പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ സംസ്കൃതം തലക്കെട്ടുകളതാണ്. ഇവിടെ ജോസ്വിൻ ജോസഫ് അസ്മാബി, ഗംഗാ ഷാജി, ജിജു ഡാനിയൽ, അരുൺ കെ, ഷിനി, ജീഷിത്ത്, രാജേഷൊക്കെ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, ആശാ ബിന്നി, സുലൈമാൻ, അബ്ദുൽ ഖാദർ ഒക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുകയാണ്. അത്ര നല്ലൊരു വാർത്താ ദിനമാണോ എന്നറിയില്ല. ഒരുപാട് സംഘർഷഭരിതമായ വാർത്തകളുള്ളൊരു ദിവസമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ശാന്തവും സമാധാനവും ഒക്കെ ഇരിക്കുക. നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോകുന്നു. ആ വാർത്തയിലേക്ക് തന്നെയാണ്. പോക്സോ കൊലപാതക കേസിലെ പ്രതിയെ വെറുതെ വിട്ടു. നീതി ഒരുപാട് അകലെയാണ്, കോടതിയിലും പിടഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഹെഡ്ലൈൻ്റെ ടെംപ്ലേറ്റ്. അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കണ്ടു. ആ പിടച്ചിൽ വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടു. അർജുൻ കുറ്റക്കാരൻ അല്ല എന്ന് കട്ടപ്പന അതിവേഗ കോടതി വിധിച്ചു. അർജുനെതിരെ പോലീസ് ചുമത്തിയ ബലാത്സംഗം, കൊലപാതകം ഉൾപ്പെടെ ഒരൊറ്റ കുറ്റവും പ്രോസിക്യൂഷൻ തെളിയിക്കാനായില്ല എന്ന് കോടതി വ്യക്തമാക്കി. വിധി കേട്ട 6 വയസ്സുകാരിയുടെ മാതാവ് പൊട്ടിക്കരഞ്ഞു. നാടകീയ രംഗങ്ങൾക്കായിരുന്നു കോടതി പരിസരം സാക്ഷ്യം വഹിച്ചത്. 6 വർഷത്തിന് കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണ് എന്നൊക്കെ ഹൃദയം തകർന്ന് അമ്മ നിലവിളിക്കുന്നത് കേരളം കേട്ടതാണ്. കോടതിക്ക് പുറത്താക്കിയ പ്രതിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായി. പ്രതിയെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചു. നിങ്ങൾ നോക്കുക, തെളിവുകൾ പരിശോധിച്ചാൽ തന്നെ അറിയാം. സ്റ്റേഷൻ ഹൗസ് ഓഫീസറും മറ്റും ചേർന്ന് അയാളുടെ തലയിലേക്ക് പല തരത്തിലുള്ള കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുകയും കള്ളസാക്ഷികളെ ഫിറ്റ് ചെയ്യുകയും ചെയ്ത ഒരു ക്ലിയർ കേസാണ്. ഇവിടെ കോടതി നീതി നടപ്പിലാക്കി കഴിഞ്ഞു. കോടതി വളരെ വ്യക്തമായി, നിങ്ങൾക്കറിയാം, ഭൂരിപക്ഷം കേസുകളിൽ ഈവൻ ട്രയൽ കോടതികൾ പോലും മോറൽ കൺവിക്ഷനാണ്. പക്ഷേ ഇവിടെ ഈ സാഹചര്യത്തിൽ ഈ കേസിൽ വളരെ ക്ലിയറായി കോടതി നീതി നടപ്പിലാക്കിയിരിക്കുന്ന എല്ലാ തെളിവുകളും ഇഴകീറി പരിശോധിച്ചാണ് കോടതി ഉത്തരവിലേക്ക് എത്തിയിരിക്കുന്നത്. കോടതി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന യാതൊരു ശാസ്ത്രീയ തെളിവുകളും കളക്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ കേസിൽ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യാണ്. യഥാർത്ഥ പ്രതി എവിടെ പോയി? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമല്ലോ. നീതി നിഷേധിക്കപ്പെട്ടെന്നും എല്ലാ സംവിധാനങ്ങളും പ്രതി വിലക്കെടുത്തെന്നും കുട്ടിയുടെ അമ്മ മാതാവ് പറഞ്ഞു. അവനെ വെറുതെ വിട്ടു. അവനെ ഞങ്ങൾ വെറുതെ വിടത്തേയല്ല. എന്റെ ഭർത്താവ് അവനെ കൊല്ലും, ജയിലിൽ ഭർത്താവ് പോകും. ഇവര് കാശ് വാങ്ങിച്ചിട്ടില്ല, അവനെ വെറുതെ വിട്ടു. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇവൻ ചെയ്തെന്ന് പറഞ്ഞ്. ഇപ്പൊ വെറുതെ വിട്ടു അവനെ. എന്റെ കുഞ്ഞ് 12 കൊല്ലം കഴിഞ്ഞ് കിട്ടിയ എന്റെ മോളാ. അവനിപ്പോ വെറുതെ വിട്ടു. അവൻ ജീവിക്കാൻ പോകുവാ. അവനിപ്പോ സന്തോഷമായിട്ട് ജീവിക്കാൻ പോകാൻ ഞങ്ങളെ മാത്രം കുഞ്ഞിനെ വിട്ടേച്ചിരിക്കുവാ. അപ്പീൽ പോകുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആദ്യ പ്രതികരണം. നമ്മുടെ സ്പെഷ്യൽ PP ആയിട്ട് ബന്ധപ്പെട്ട് അപ്പീൽ സ്കോപ്പ് ഉണ്ടെന്ന് ഞങ്ങൾ പരിശോധിക്കും. മാക്സിമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചാണ് കൊടുത്തത്. ബാക്കി ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനമാണല്ലോ. ഘട്ടത്തിൽ നമുക്ക് അത്തരം തെളിവുകൾ ലഭിച്ചിരുന്നവർക്ക് ബഹുമാനപ്പെട്ട കോടതി ഹാജരാക്കിയതാണ്. പ്രതിയെ വെറുതെ വിട്ടത് ഗുരുതരമായ വീഴ്ചയെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ 24നോട് പറഞ്ഞു. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിച്ച് സാധ്യമായ നടപടി സ്വീകരിക്കുമെന്നും KV മനോജ് കുമാർ പറഞ്ഞു. വലിയ ഒരു വീഴ്ച തന്നെയാണ് ഇത്തരമൊരു പ്രമാദമായ ഒരു കേസിനകത്ത് പ്രതിയെ വെറുതെ വിടുന്നത്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കമ്മീഷന്റെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ടും വളരെയേറെ പ്രയാസമുണ്ടാക്കിയ ഒരു വിധി തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കേസിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഞാൻ പോലീസുമായിട്ടും അതുപോലെ തന്നെ പ്രോസിക്യൂഷനുമായിട്ടും ഒക്കെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. വിശദാംശങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് ഈ വിധി പഠിച്ചതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഞാൻ ആ വിധി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടെ നടത്തുകയാണ്. രാഹുൽ വിജയൻ ആ വാർത്തയുടെ വിവരങ്ങളും വച്ചിരുന്നു. രാഹുൽ, ഇത് ആലുവ കേസിലെ ആ സംഭവം പോലെ വാർത്താ പ്രാധാന്യം നേടിയൊരു കേസാണ്. കേരള മനസ്സാക്ഷി ഒന്നാകെ ഞെട്ടിയ കേസാണ്. പ്രതി ശിക്ഷിക്കപ്പെടും ഇന്ന് കേരളം ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു ദിവസമാണ്. എന്ന് പറഞ്ഞാൽ പ്രതിയെ വെറുതെ വിട്ടു എന്ന ഒറ്റ വരിയിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ മാത്രമല്ല, കേരളം ഒന്നാകെ സ്തബ്ധമായി നിന്ന മണിക്കൂറുകൾക്കൊടുവിൽ ആ അമ്പരപ്പ് മാറുമ്പോൾ കോടതിയിൽ ഉണ്ടായത് എന്താണ് എന്നതിലൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ടോ രാഹുൽ?
ഹാഷ്മി, ഞെട്ടിക്കുന്ന വിധി, അപ്രതീക്ഷിത വിധി, അങ്ങനെ തന്നെ പറയണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വിധി പ്രസ്താവത്തിനെ കുറിച്ച്. കാരണം ഒറ്റ വാക്കിൽ ജഡ്ജി പറയുകയായിരുന്നു, ഈ കേസിൽ അർജുൻ കുറ്റക്കാരനല്ല, വെറുതെ വിട്ടിരിക്കുന്നു എന്ന് ഒറ്റ വാക്കിൽ പറയുകയായിരുന്നു. അതിനുശേഷം ഈ കോടതിയിൽ നടന്നത് വലിയ വൈകാരിക പ്രകടനങ്ങളാണ്. ഈ ബന്ധുക്കളുടെയും അതുപോലെ തന്നെ കുട്ടിയുടെ മാതാപിതാക്കളുടെയും അടക്കം ഈ നാട്ടുകാരുടെയും അടക്കം വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം ഈ കോടതിയിൽ അരങ്ങേറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു തരത്തിലും ഇത്തരമൊരു വിധി ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷനും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ആ പ്രതിക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഇന്ന് ഈ വിധി പ്രസ്താവിക്കുന്ന സമയം വരെ അവരുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ നമ്മൾ ഈ കേസിന്റെ വിധി പ്രസ്താവിക്കുന്നതിന് തൊട്ട് മുമ്പ് മാതാപിതാക്കളോട് നമ്മൾ സംസാരിച്ചിരുന്നു. അവർ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. പോലീസും പ്രോസിക്യൂഷനും കൃത്യമായ ഇടപെടൽ നടത്തി, എല്ലാ തെളിവുകളും കൃത്യമായി ശേഖരിച്ചു. അതുകൊണ്ട് തന്നെ തക്കതായ ശിക്ഷ ലഭിക്കും, മാത്രമല്ല വധശിക്ഷ ലഭിക്കണമെന്നുള്ളൊരു ആഗ്രഹവും അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റായി, അല്ലെങ്കിൽ അതെല്ലാം മറിച്ച് ഈ പ്രതിയെ വെറുതെ വിടുന്ന ഒരു വിധി പ്രസ്താവമാണ് ഇന്ന് കട്ടപ്പന അതിവേഗ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. 2021 ജൂൺ 30 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തതിന് ശേഷം കൊലപ്പെടുത്തി, കഴുത്തിൽ കയറിട്ട് കൊലപ്പെടുത്തി ഷാളിൽ കെട്ടിത്തൂക്കി എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. പ്രതിയായി പോലീസ് കണ്ടെത്തിയത് ഈ പെൺകുട്ടിയുടെ വീടിന് തൊട്ടടുത്ത ലയത്തിൽ താമസിച്ചിരുന്ന അർജുൻ എന്ന് പറയുന്ന 21 വയസ്സുകാരനായിരുന്നു. പോലീസ് എല്ലാ തരത്തിലുള്ള തെളിവുകളും ഈ കുട്ടിക്ക് മിഠായി മേടിച്ചുകൊണ്ട് കൊടുത്ത് ഈ കുട്ടിക്ക് മിഠായി ഉൾപ്പെടെ മേടിച്ചുകൊണ്ട് കൊടുത്തിരുന്നു. അതിൻ്റെ ഈ മിഠായി കവർ ഉൾപ്പെടെ പോലീസ് തെളിവായി കണ്ടെത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു നൂലിട പോലും വ്യത്യാസമില്ലാതെ എല്ലാ തരത്തിലും തെളിവുകൾ ശേഖരിച്ചു എന്ന് പോലീസ് അവകാശപ്പെട്ടിരുന്നൊരു കേസിലാണ് ഇപ്പോൾ പ്രതിയായി കണ്ടെത്തിയ ആളെ വെറുതെ വിട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിനൊരു കാലതാമസം ഉണ്ടായി എന്നുള്ള വിമർശനമുണ്ടായിരുന്നു. മാത്രമല്ല കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി ഒരു താമസമുണ്ടായി എന്നുള്ളൊരു വിമർശനമുണ്ടായിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ട് 2021 സെപ്റ്റംബർ 21 ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ പോലീസിനെ ഏൽക്കേണ്ടി വന്ന ഈ വിമർശനങ്ങൾക്കൊക്കെ ഉള്ള മറുപടി കൂടിയായിരുന്നു ഈ കുറ്റപത്രമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നതായിരുന്നു. കാരണം അത്ര ഒരു പഴുതുമില്ലാതെ പ്രതിയെ പൊട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ടുള്ളൊരു അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുള്ളൊരു കുറ്റപത്രമായിരുന്നു കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷേ അതിനുശേഷം ഇതിന്റെ വിചാരണ നടപടികൾ ഇങ്ങനെ നീണ്ടു, 2 കൊല്ലത്തിലധികവും നീണ്ടുപോയി. ഇതിനിടയിൽ ഈ കേസ് പരിഗണിച്ചിരുന്ന ജഡ്ജി മാറി. 3 മാസം മുമ്പ് മഞ്ജു വി എന്ന് പറയുന്ന പുതിയ ജഡ്ജ് ചുമതലയേറ്റു. അങ്ങനെ ഇതിനിടയ്ക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുകയുണ്ടായി. മാത്രമല്ല ഈ കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പരാതികൾ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ SC വിഭാഗത്തിൽ പെട്ട ആളല്ല ഈ പ്രതി എന്ന് പറഞ്ഞു. ഈ അർജുൻ SC വിഭാഗത്തിൽപ്പെട്ട ആളല്ല, അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി SC വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഈ SC/ST അട്രോസിറ്റി ഉൾപ്പെടെ ഈ പ്രതിക്കെതിരെ ചുമത്തണമെന്നുള്ളൊരു ആവശ്യം ഇതിനിടയിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസുമായി പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഹൈക്കോടതി ആ ഒരു ആവശ്യം പരിഗണിച്ചില്ല, തള്ളിക്കളയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല ഈ കുറ്റപത്രത്തിൽ ഈ പ്രതിക്കെതിരെ കൊലപാതകം, ബലാത്സംഗം, പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. ഇതൊന്നും കോടതി പരിഗണിച്ചില്ല. അല്ലെങ്കിൽ ഈ പ്രതിക്കെതിരായ കുറ്റം തെളിയിക്കാൻ ഇതൊന്നും ഒരു തരത്തിലുള്ള തെളിവുകളും പോരാ, പോലീസ് കണ്ടെത്തിയ തെളിവുകളും പോരാ എന്നുള്ളതാണ് നിലവിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വിധി പ്രസ്താവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതി കുറ്റക്കാരനല്ല എങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഈ പെൺകുട്ടി അതിക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായി കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടു എന്നടക്കമുള്ള കണ്ടെത്തലുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2.5 വർഷക്കാലം ഈ പ്രതിയെന്ന് പറഞ്ഞിരുന്ന അർജുൻ ജയിലിനുള്ളിൽ കഴിയുകയായിരുന്നു. അങ്ങനെയെങ്കിൽ യഥാർത്ഥ പ്രതി ആര് എന്നതടക്കമുള്ള വലിയ ചോദ്യം ഇപ്പോഴും മുന്നിൽ നിൽക്കുകയാണ്. ആദ്യഘട്ടത്തിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദം ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. ആ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ വണ്ടിപ്പെരിയാറിലെത്തി വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഈ തെളിവുകളൊക്കെ അതിനുശേഷമാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇതിനെല്ലാം ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ മറുപടി എന്നോണമായിരുന്നു ഈ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന വിശദാംശങ്ങൾ. എങ്കിലും എന്താണ്, എവിടെയാണ് പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചത്, പോലീസിന് എന്താണ് ഇതിൽ കൃത്യമായി നൽകാൻ കഴിയാത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയൊരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. ഈ പ്രതിഭാഗം ഇതിൽ വലിയ തരത്തിലുള്ളൊരു വെല്ലുവിളി ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. ഇതിൽ മേൽക്കോടതിയെ സമീപിക്കാൻ പോകുന്നത് ഇതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. കാരണം ഈ 2.5 വർഷക്കാലം ഈ അർജുൻ ജയിലിൽ കഴിയേണ്ടി വന്നു. അതിന്
നഷ്ടപരിഹാരം ആവശ്യപ്പെടും. മാത്രമല്ല യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി പുനരന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുമെന്ന് പ്രതിഭാഗവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രോസിക്യൂഷനും പോലീസും ഇപ്പോൾ പറയുന്നത് ഇതിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ കോടതിയിലേക്ക് എത്തിയപ്പോൾ ഒന്നും എന്താണ് ഒരൊറ്റ കേസ് പോലും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം സങ്കടകരമാണ്. അത് പ്രോസിക്യൂഷന്റെ വീഴ്ചയാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന മുട്ടായി കവറടക്കമുള്ള തെളിവുകൾ എവിടെ പോയി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇവിടെ മുരളിപ്പിള്ള പറയുന്നു ഇങ്ങനെയുള്ള വിധികൾ കുറ്റവാളികൾക്ക് വളമിട്ട് കൊടുക്കലാണ് എന്ന് പറയുന്നുണ്ട്. സോണി പറയുന്നു ഇങ്ങനത്തെ വിധി കാരണം TV പോലും കാണാൻ തോന്നുന്നില്ല. കുറ്റം പറയാൻ പറ്റില്ല, അത്രത്തോളം മനസ്സുമടുപ്പിക്കുന്ന ഒരു വാർത്തയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അസ്കർ മടിക്കായി പറയുന്നു ഇതിനു മുകളിലും കോടതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ താഴത്തെ കോടതി വെറുതെ വിട്ട കേസിൽ മുകൾ കോടതിയിലേക്ക് പോകുമ്പോൾ എത്രത്തോളം അനുകൂലമായ നിലപാടുണ്ടാവുന്നു എന്നൊക്കെയുള്ളതിൻ്റെ സ്റ്റാറ്റിക്സ് എടുത്താൽ അത് ആ കണക്കും വലിയ കഷ്ടമായ കണക്കാണ്. ജോസ്വിൻ ജോസഫ് പറയുന്നു ഹാഷ്മി ബ്രോ ഇതിൽ പിന്നെ ആരാണ് കുറ്റക്കാരൻ, വീട്ടുകാരുടെ സങ്കടം ആര് കേൾക്കുമെന്ന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ 6 വയസ്സുകാരി കുഞ്ഞ് സ്വയം കഴുത്തിരിച്ച് മരിക്കില്ലല്ലോ, ആരെങ്കിലും കൊന്നതാണല്ലോ, ഒരു പ്രതി ഉണ്ടാവണമല്ലോ. ആ പ്രതി എവിടെ, ഇയാളല്ലെങ്കിൽ ആ പ്രതി ആരാണ് എന്ന ചോദ്യമൊക്കെ കേരള മനസ്സാക്ഷിയെ പൊള്ളിക്കേണ്ടതാണ്. നമുക്ക് നോക്കാം അതിൻ്റെ അളവ് ഏത് നിലയ്ക്കാണ് ആ വ്യവഹാര വഴി പോകുന്നതെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇന്ന് കോടതിയിൽ കണ്ട കാഴ്ചകൾ, ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ദീർഘനാളിലെ കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞിക്കാല് കണ്ട അതിനെ ഇത്തരത്തിൽ ദാരുണമായി നഷ്ടപ്പെട്ട ഒരു അമ്മയുടെയും മുത്തശ്ശിയുടെയും ഹൃദയം തകർന്ന നിലവിളി കേരളത്തെ കാലാകാലങ്ങളിലേക്ക് വേട്ടയാടാൻ പോകുന്ന നിലവിളിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ഭാഗത്തുണ്ടായ വീഴ്ചകളാണ് വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്തിയെന്ന് ഡീൻ കുര്യാക്കോസ് MP ആരോപിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്ന്. പ്രതിക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ടെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള കൃത്യമായ വീഴ്ച തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലും അതോടൊപ്പം ഈ പ്രതികൾക്ക് അനുകൂലമാക്കി കാര്യങ്ങൾ മാറ്റുന്ന കാര്യത്തിലുമുള്ള ആ ഒരു ഒത്തുചേരലാണ് പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് സഹായിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതാണ്. അതായിരുന്നു കോടതിയിലും ഹാജരാക്കിയത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് നടന്ന അന്വേഷണങ്ങളും തെളിവ് ശേഖരിക്കലുകളും ഒക്കെ തന്നെ പ്രതികൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഒരു കുറ്റം ഈ പ്രതി ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. ജോസ്വിൻ ജോസഫ് ബ്രോ കോടതികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കോടതി വിധിയെ വിമർശിക്കാം, പക്ഷേ ജഡ്ജിമാരെ വിമർശിച്ചുകൂടാ എന്നുള്ളതാണ് നിയമവ്യവസ്ഥയിലെ വെപ്പ്. അതുകൊണ്ട് വിധിയെ വിമർശിക്കുന്നതിനപ്പുറമുള്ള വിമർശനങ്ങൾ അത് വായിക്കാൻ തൽക്കാലം നിർവാഹമില്ല. വേറൊരു പ്രേക്ഷകൻ പറയുന്നു ഇതിൽ കോടതിക്കല്ല കുറ്റം, തെളിവ് ഹാജരാക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു, തെളിവനുസരിച്ച് കോടതിക്ക് വിധിക്കാൻ പറ്റൂ എന്നും പറയുകയാണ്. കഷ്ടം ഹാഷ്മി അമ്മ എന്ന് മറിയം ഷാജി പറയുന്നു. ഉറപ്പായും അത് കേട്ട് വലിയ സങ്കടമുണ്ടായി. സൗമ്യ സിബി ചോദിക്കുന്നു ആ അമ്മയുടെ കണ്ണുനീരിന് ആരുത്തരം പറയും എന്ന് ചോദിക്കുന്നു. വളരെ സങ്കടം ഹാഷ്മി എന്ന് ബിജു ചെറുവണ്ണൂർ പറയുന്നു. ഷാഫി പറയുന്നു കോർട്സ് ആർ ടു കൺസിഡർ ദ ഇമോഷൻസ് നോട്ട് ടു കൺസിഡർ ഇമോഷൻസ് ഓഫ് പബ്ലിക് ബട്ട് എവിഡൻസസ് ഓൺലി എന്നും പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരാളുണ്ടാവണമല്ലോ. അത് വേറൊരു പ്രേക്ഷകൻ പറയുന്നു അയാളാണ് കുറ്റക്കാരനെന്ന് എന്താ ഉറപ്പ്, അയാൾ കുറ്റക്കാരനല്ലെങ്കിൽ എന്ത് ക്രൂരമായിരിക്കും ആ ചെറുപ്പക്കാരനോട് ചെയ്യുന്നതെന്ന് ഒരു റോക്ക് എന്ന ഹാൻഡിൽ വരുന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. റോബിൻ തോമസ് പുച്ഛം മാത്രം എന്നും പറയുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അയാൾ ശരി ആ പോസിബിലിറ്റി ഉണ്ട്, ഇനി അയാൾ കുറ്റക്കാരനല്ലെങ്കിലോ എന്ന പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കുറ്റക്കാരൻ അതിലുണ്ടല്ലോ. ഈ പറയുന്നത് പോലെ പോസ്റ്റ്മോർട്ടത്തിൽ അതിൽ റേപ്പുണ്ടായി എന്നും പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ അത് കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നതാണെന്ന് പോസ്റ്റ്മോർട്ടം ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുമ്പോൾ അത് ചെയ്തൊരുത്തനുണ്ടല്ലോ, അയാളെ കണ്ടുപിടിക്കണമല്ലോ. അയാളെ കണ്ടുപിടിക്കാതെ അയാൾ കാണാമറയത്ത് അങ്ങനെ തുടരുന്നത് എന്ത് കഷ്ടമാണ് എന്ന് നമ്മുടെ പ്രേക്ഷകരും ഒരുപോലെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് തൽക്കാലം പോകുന്നു. സുരക്ഷാ വീഴ്ചയിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ നമ്മൾ ഇന്നലെ ഇതേ സമയത്ത് ഇവിടെ നിൽക്കുമ്പോഴാണ് ഇതേ സമയത്ത് അവിടെ രാജ്യത്തെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് ലോക്സഭയിൽ ഈ പറയുന്ന സ്മോക്ക് ബോംബുമായി 2 പേർ ചാടി വീഴുന്നത്. ഇന്നിപ്പോൾ അത് രാഷ്ട്രീയമായ വലിയ പ്രതികരണങ്ങളിലേക്ക് വരുന്നു. ലോക്സഭയിലടക്കം പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നു. ഇരുസഭകളിലും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. സഭാ നേതാവായ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിശദീകരണം നൽകണം എന്നാണ് ലോക്സഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം തള്ളിയതിനെ തുടർന്ന് ഇരുസഭകളിലും ബഹളമുണ്ടായി. പ്രതിപക്ഷത്തിൻ്റേത് അനാവശ്യമായ പ്രതിഷേധമാണെന്നും നടപടിയെടുക്കണമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിൽ ഇരുസഭകളും പിരിഞ്ഞു. സുരക്ഷാ വീഴ്ചയിൽ 7 ഉദ്യോഗസ്ഥരെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് സസ്പെൻഡ് ചെയ്തു. പാർലമെന്റ് സമ്മേളിക്കുന്നതിനു മുമ്പായി യോഗം ചേർന്ന പ്രതിപക്ഷ പാർട്ടികൾ സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ മറുപടി നൽകാതെ
മറ്റ് നടപടികൾ അനുവദിക്കില്ലെന്ന തന്ത്രവുമായാണ് ഇരു സഭകളിലും എത്തിയത്. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഇരു സഭകളിലും അധ്യക്ഷന്മാർ തള്ളി. ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സമാന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അനാവശ്യമെന്നും പറഞ്ഞു. जिनको भी हम पास देते हैं ऐसे व्यक्ति को पास न दिया जाए जो जाकर इस प्रकार की अराजक स्थिति संसद भवन के अंदर पैदा कर दे। यह हम सभी को, केवल सत्ता पक्ष ही नहीं बल्कि दूसरे पक्ष के लोगों को भी यह सावधानी बरतने की जरूरत है. പ്രതിരോധ മന്ത്രിയല്ല സഭാ നേതാവ്, പ്രധാനമന്ത്രിയാണ് മറുപടി പറയേണ്ടതെന്ന് പ്രതിപക്ഷം നിലപാടെടുത്തു. ലോക്സഭാ സെക്രട്ടേറിയറ്റിനാണ് സഭയിലെ സുരക്ഷാ ചുമതലയെന്നും തനിക്കാണ് ഉത്തരവാദിത്വമെന്നുമുള്ള സ്പീക്കറുടെ വിശദീകരണവും പ്രതിപക്ഷം തള്ളി. സഭാ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള ശ്രമം പ്രതിഷേധത്തിൽ മുങ്ങി. लोकसभा सचिवालय का है और इसीलिए लोकसभा सचिवालय फिर आपसे चर्चा करेगा. ടി.എൻ. പ്രതാപൻ, ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് എന്നീ 3 അംഗങ്ങളെയും താക്കീത് ചെയ്ത സ്പീക്കർ 2 മണിവരെ സഭ നിർത്തിവെച്ചു. രാജ്യസഭയിൽ കടുത്ത വാക്കുകളുമായാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ പ്രതിപക്ഷത്തെ നേരിട്ടത്. അവകാശ ലംഘനം നടത്തിയെന്നാരോപിച്ച് തൃണമൂൽ അംഗം ഡെറിക് ഒബ്രൈനെ രാജ്യസഭാധ്യക്ഷൻ സസ്പെൻഡ് ചെയ്തു. പ്രതിപക്ഷ നേതാവിനെയും സഭാ നേതാക്കളെയും ജഗ്ദീപ് ധങ്കർ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു. സുരക്ഷാ വീഴ്ചയിൽ 7 ഉദ്യോഗസ്ഥരെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് സസ്പെൻഡ് ചെയ്തു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നെങ്കിലും പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഉത്തരവാദിത്തം ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റേത് മാത്രമെന്ന് വരുത്താനാണ് ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ ശ്രമം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. എന്ന് പറഞ്ഞാൽ അതൊരു കുഞ്ഞുകളിയല്ല. പ്രതിഷേധം അനാവശ്യമാണെന്നൊക്കെ പറയുമ്പോൾ ലോക്സഭ പോലെ ഏറ്റവും തന്ത്രപ്രധാനമായ, ഏറ്റവും സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലത്ത് 2 പേർക്ക് വളരെ ഈസിയായി വന്ന് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ഉദ്ദേശിച്ച അവരുടെ പ്രതിഷേധം അത് എന്തിനു വേണ്ടി ആകട്ടെ, പ്രതിഷേധം അതൊരു പെർഫോമൻസ് പോലെ നടപ്പാക്കി അവർക്ക് വളരെ ഈസിയായി കഴിയുന്നുവെങ്കിൽ അത്രത്തോളം വൾണറബിളാണ്, അത്രത്തോളം കൊടിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നതാണ്. അതിൽ ആഭ്യന്തരമന്ത്രി, ചുരുങ്ങിയ പക്ഷം ആഭ്യന്തരമന്ത്രിയും പ്രതികരിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം അനാവശ്യമായിട്ട് തോന്നുന്നുണ്ടോ? പ്രേക്ഷകർക്കുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും പാർലമെന്റ് അതിക്രമ കേസിൽ പ്രതികൾക്കെതിരെ UAPA ചുമത്തിയിരിക്കുന്നു. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഭഗത് സിംഗ് ഫാൻസ് ക്ലബ് എന്ന സമൂഹ മാധ്യമ കൂട്ടായ്മയിലെ അംഗങ്ങളാണ് പിടിയിലായ 6 പേരും. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. രാജ്യത്തെ ഞെട്ടിച്ച പാർലമെന്റ് അതിക്രമ കേസ് കൃത്യമായ ആസൂത്രണത്തോടെയാണ് എന്നാണ് ഡൽഹി പോലീസിന്റെ കണ്ടെത്തൽ. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് സംഘത്തിലെ 6 പേരും പരിചയപ്പെട്ടതും ആസൂത്രണം ചെയ്തതും. 1.5 വർഷം മുൻപ് മൈസൂരിൽ കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 10-ന് ഡൽഹിയിലെത്തിയ 6 പേരും ഇന്ത്യ ഗേറ്റ് പരിസരത്ത് കൂടിക്കാഴ്ച നടത്തിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് അമോൽ ഷിൻഡെ കൊണ്ടുവന്ന പുകഷെല്ലുകൾ കൈമാറിയത്. പാർലമെന്റിനകത്ത് അതിക്രമം നടത്തിയ മനോരഞ്ജൻ മുൻപും സഭ സന്ദർശിച്ചിരുന്നു. മൈസൂർ സ്വദേശിയായ മനോരഞ്ജൻ BJP MPയുടെ പാസ് ഉപയോഗിച്ച് തന്നെയാണ് നേരത്തെയും സഭയിൽ എത്തിയിരുന്നതെന്നാണ് വിവരം. വിക്കി ശർമ്മയുടെ ഗുരുഗ്രാമിലെ വീട്ടിലും പ്രതികൾ താമസിച്ചിരുന്നു. ഭീകരവാദ ബന്ധവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ വിദ്യാഭ്യാസ പശ്ചാത്തലത്തെയും സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലിനെയും കുറിച്ച് അന്വേഷണം തുടങ്ങി. നിലവിൽ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അന്വേഷിക്കുന്ന കേസ് കേന്ദ്ര ഏജൻസിക്ക് വിടണോ എന്നതിൽ പിന്നീട് തീരുമാനിക്കും. 24, ഡൽഹി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ബൽറാം, ഇന്നലത്തെ അതേ അവസ്ഥ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ലോക്സഭ പോലെ അതിപ്രാധാന്യമുള്ള തന്ത്രപ്രധാന സ്ഥലത്ത് 2 പേർക്ക് വളരെ ഈസിയായി ഈ പറയുന്ന 3 ടയർ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് എങ്ങനെ അകത്തേക്ക് കയറാൻ കഴിഞ്ഞു എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരമില്ലാത്ത ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽപ്പാണ്. ഹഷ്മി, ആ ചോദ്യത്തിന് ഇതുവരെയും കൃത്യമായ ഒരു മറുപടി നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഈ സംഭവത്തിന്റെ ഗൗരവം അത്യധികം വർദ്ധിപ്പിക്കുന്നത്. ഈ ലോക്സഭ പോലെ അതീവ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് പ്രധാനമന്ത്രി തന്നെ നാഥനായ ഒരു സഭയിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നു. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്, ആരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല. 7 ഉദ്യോഗസ്ഥരെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന് കാരണമായ ഇത്തരത്തിലൊരു ആക്രമണത്തിന് കാരണമായ ഒരു സംഘടനയുണ്ടോ ഇതിന് പിന്നിൽ എന്നോ അവർ ആരൊക്കെയാണ് അതിന് പിന്നിലെന്നോ വിശദീകരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഔദ്യോഗികമായി പോലും അത്തരത്തിൽ ഒരു പ്രതികരണം പോലീസിന്റെയോ മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന NIA
IB അടക്കമുള്ളവരുടെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ഇവർ ഒരു ഭഗത് സിംഗ് ഫാൻസ് ക്ലബ് എന്ന സമൂഹ മാധ്യമ കൂട്ടായ്മയ്ക്ക് അപ്പുറത്തേക്ക് ഇവർക്ക് പിന്നിൽ ഒരു ഏതെങ്കിലും സംഘടനയുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നിന്ന് ഉന്നതതല യോഗം ചേർന്നെങ്കിലും ഇക്കാര്യത്തിൽ വിശദീകരണങ്ങൾ ഒന്നും തന്നെ ലഭ്യമാക്കിയിട്ടില്ല. മറിച്ച് ഇത് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് വരുത്താനുള്ള ഒരു ശ്രമം ഈ ഘട്ടത്തിൽ നടക്കുന്നു. പ്രതിപക്ഷം അത് അംഗീകരിക്കാൻ തയ്യാറല്ല. സഭ അല്പസമയത്തിനകം വീണ്ടും സമ്മേളിക്കും. ഇതേ തന്ത്രം തന്നെ തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരണം നടത്തണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നുള്ളത്. ഇന്ന് ലോക്സഭയേക്കാൾ ഈ ആക്രമണം നടന്ന ലോക്സഭയേക്കാൾ പ്രതിഷേധം ഏറ്റവും മുഴങ്ങിക്കേട്ടത് രാജ്യസഭയിലാണ്. അവിടെ പ്രതിപക്ഷത്തിന് കൂടുതൽ ശബ്ദമുണ്ട്. പ്രതിപക്ഷം പ്രധാനമായും മൗവ മൊയ്ത്രയെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഒരംഗത്തെ ലോക്സഭയിൽ നിന്നും പുറത്താക്കിയത്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയത്. തൃണമൂൽ നേതാവ് ഡെറിക് ഒബ്രായൻ ഈ വിഷയം അതിശക്തമായി ഉന്നയിച്ചു. ഒരംഗത്തെ പുറത്താക്കിയത് ഇതേ സുരക്ഷാ വിഷയം ഉന്നയിച്ചാണ്. എന്നാൽ ഒരു BJP അംഗത്തിന്റെ തന്നെ പാസുകൾ ഉപയോഗിച്ച് 2 പേർ സഭയ്ക്കകത്ത് കയറുകയും ഇത്തരത്തിൽ അതിക്രമം കാണിക്കുകയും ചെയ്തു. എന്ത് നടപടി ഇക്കാര്യത്തിൽ സർക്കാർ എടുത്തു? വിശദീകരണം നൽകാൻ പോലും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ തയ്യാറാകുന്നില്ല എന്ന വിഷയമാണ് അതിശക്തമായി ഉന്നയിച്ചത്. തുടർന്നാണ് ഡെറിക് ഒബ്രയനെ ഈ സമ്മേളന കാലാവധി തീരും വരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ കാരണം ഉൾപ്പെടെ മുൻനിർത്തിയായിരിക്കും ഇനി 2 മണിക്ക് സമ്മേളിക്കുന്ന ഘട്ടത്തിൽ രാജ്യസഭയിൽ പ്രതിഷേധമുണ്ടാകുക. ലോക്സഭയിലും സമാനമായ പ്രതിഷേധങ്ങൾ ഇനി വരും ഘട്ടത്തിൽ വീണ്ടും സമ്മേളിക്കുമ്പോഴും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളവും ഇതിന് പിന്നിൽ ഒരു സംഘടനയ്ക്ക് ബന്ധമുണ്ടോ, അത്തരത്തിലൊരു ആസൂത്രണം ഇതിന് പിന്നിലുണ്ട്. നിലവിലുള്ള 6 പേർക്ക് ഇപ്പോൾ കസ്റ്റഡിയിലും അറസ്റ്റിലുമായുള്ള 6 പേർക്ക് അപ്പുറത്തേക്ക് മറ്റൊരു സൂത്രധാരൻ ഇതിന് പിന്നിലുണ്ട് എന്ന സൂചന അന്വേഷണ സംഘം ഇന്ന് രാവിലെ നൽകിയിരുന്നു. എന്നാൽ അത് ആരാണ്, എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇവർ ഒരു സംഘടനയും ഭാഗമല്ലാതെ ഇവർ നേരത്തെ നൽകിയ മൊഴി അനുസരിച്ച് യുവാക്കളുടെ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തിയുള്ള ഒരു പ്രതിഷേധത്തിന് മാത്രമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ആ വിഷയങ്ങളും കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. പ്രതിപക്ഷം കാലങ്ങളായി ഉന്നയിക്കുന്ന വിഷയങ്ങളാണ് അത്. അതിനെ സർക്കാരിന് അഭിമുഖീകരിക്കേണ്ടി വരും, അതിലും മറുപടി നൽകേണ്ടി വരും. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും മറുപടി സഭയ്ക്കകത്ത് ആവശ്യപ്പെടുന്നതും. ഹഷ്മി, ബൽറാം നെടുങ്കോടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ കൊടിയ സുരക്ഷാ വീഴ്ചയുണ്ടായി. അതെങ്ങനെയാണ്? ഈച്ച പോലും കയറാത്ത രീതിയിലുള്ള വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷികമായിരുന്നു. പ്രത്യേകിച്ച് മറ്റേ ഖാലിസ്ഥാൻ ഭീകരവാദി പാർലമെന്റ് ആക്രമിക്കും എന്ന മുന്നറിയിപ്പ് നൽകിയ ദിവസമാണ്. എന്നിട്ടും അത്രത്തോളം പരമദയനീയമായി സുരക്ഷ പരാജയപ്പെട്ടത് എങ്ങനെ എന്ന ചോദ്യം രാജ്യത്തെ ഓരോ പൗരനും ചോദിക്കുന്നതാണ്. അതിന് ഉത്തരം ഉണ്ടാവുകയും വേണം. തോമസ് കുട്ടി ചോദിക്കുന്നു, ഹാഷ്മി ഇയാൾ കുറ്റം സമ്മതിച്ചതാണല്ലോ എന്ന് ചോദിക്കുന്നു. ജിനു പ്രിൻസ് പറയുന്നു, ഞാനാണ് പ്രതി എന്നൊരാൾ വന്ന് പറഞ്ഞാലേ കേരള പോലീസിന് തെളിവ് ശേഖരിക്കാൻ പറ്റൂ, അതല്ലേ ഇപ്പോൾ ട്രെൻഡിങ് എന്ന് പറയുന്നു. ബിജു ചെറുവന്നൂർ, അതേ റേപ്പ് കഴുത്തു ഞെരിച്ച് കൊന്ന് ഇവനല്ല പ്രതിയെങ്കിൽ ആരാണ് പ്രതി? അത് പറയാൻ പോലീസ് ബാധ്യസ്ഥമല്ലേ ഹാഷ്മി എന്ന് ചോദിക്കും. ഉറപ്പായും ബാധ്യസ്ഥമാണ്. എന്ന് പറഞ്ഞാൽ പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, മള്ളൂർ വക്കീലും 1000 രൂപയുണ്ടെങ്കിൽ ഏത് ക്രിമിനലിനും ഇറങ്ങിപ്പോകാം എന്നൊരു ചൊല്ലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ വക്കീൽ അത്രത്തോളം ക്രിമിനൽ കേസിലെ പ്രഗത്ഭനായ വക്കീൽ, അന്ന് ഉണ്ട വിഴുങ്ങി കേസ് എന്നൊക്കെ പറഞ്ഞ കേസൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ പ്രതിയെ രക്ഷിക്കാൻ മള്ളൂർ വക്കീൽ ഉണ്ട അങ്ങ് വിഴുങ്ങി എന്നൊക്കെയാണ് പറച്ചിൽ. പക്ഷേ പിന്നീട് വക്കീൽ അങ്ങനെ ഉണ്ട വിഴുങ്ങിയിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എന്ന് പറയുന്നത് പോലെ അങ്ങനെയൊക്കെയാന്നേ വ്യവഹാരത്തിൻ്റെ വഴികൾ. നേരത്തെ പറയുന്ന ഒരു പ്രശ്നം ചോദിക്കുന്നത് നീതിപീഠത്തിൽ വിശ്വാസമുണ്ടോ ചോദിക്കുന്നുണ്ടായിരുന്നു. വിശ്വാസം ഉറപ്പായും ഉണ്ട്, മേൽക്കോടതിയിലുണ്ട്. അങ്ങോട്ടേക്ക് പോകട്ടെ. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന നീതിപീഠമല്ലാതെ പിന്നെ എന്താണ്? ഇപ്പോൾ ചുറ്റുപാത്രങ്ങളൊക്കെ തുറക്കുന്ന സമയമാണ്. നന്നായി ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമ്മുടെ വാർത്തായാത്രയിൽ വീണ്ടും സജീവമായി തുടരുക. അഭിനവ് പറയുന്നു, നീതിപീഠം ഓരോ കേസുകളിലും നിരവധി സമയമെടുക്കുന്നു. ഇത് നീതി നിഷേധിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. ഒരാൾ ജീവിച്ചിരിക്കുമ്പോഴാണ് അനുകൂലമായി വിധി വരേണ്ടത്, അല്ലാതെ പരാതിക്കാരൻ മരിച്ചിട്ട് വിധി വന്നിട്ട് കാര്യമില്ല. ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ പ്രമാണമാണ് പണ്ട് മുതലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നത് ഏതാണ്? പാർലമെന്റിലെ പുകസ്പ്രേ പ്രതിഷേധത്തിൻ്റെ ആസൂത്രകൻ ലളിത് ഝാ എന്ന അന്വേഷണ സംഘത്തിന് നിഗമനമുണ്ട്. ഇയാൾ എവിടെയാണെന്ന് അറിയില്ല. അയാൾക്കായി പോലീസ് തെരച്ചിൽ ശക്തമാക്കി. അതേസമയം പാർലമെന്റിന് പുറത്തുണ്ടായിരുന്ന ലളിത് ഝാ സഹപ്രവർത്തകന് വീഡിയോ അയച്ചു നൽകി. പ്രതിഷേധത്തിനായി 1.5 വർഷം മുൻപേ ആസൂത്രണം തുടങ്ങി എന്നാണ് കിട്ടുന്ന വിവരം.
ബംഗാളിലെ NGO സംഘടനകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലളിത് ജായുടെ പക്കലാണ് മറ്റു പ്രതികളുടെ മൊബൈൽ ഫോണുകൾ. നീലം ദേവിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ഉച്ചയ്ക്ക് 12:51 ഇയാൾ ബംഗാളിലെ സുഹൃത്ത് നിലക് ഷാ ഐഷിന് അയച്ചുകൊടുത്തു. മാധ്യമങ്ങളിൽ ഇത് കാണുന്നുണ്ടോയെന്നും ദൃശ്യങ്ങൾ സൂക്ഷിക്കാനും ജയ്ഹിന്ദുമാണ് സന്ദേശത്തിലുള്ളത്. നിലക് ഷായുടെ പുരുലിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാമ്യവാദി സുഭാഷ് ബോസ് സഭയുടെ ജനറൽ സെക്രട്ടറിയാണ് ലളിത് ജ. ഭഗത് സിംഗ് ഫാൻ ക്ലബ്ബ് വഴി പരിചയപ്പെട്ട ഇവർ 1.5 വർഷം മുൻപ് മൈസൂരിൽ ഒത്തുകൂടി. മൊഹാലി വിമാനത്താവളത്തിന് സുഭാഷ് ചന്ദ്രബോസിന്റെ പേര് നൽകണമെന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിൽ ഈ സംഘമുണ്ടായിരുന്നു. സംഘത്തിലെ സാഗർ ശർമ്മ ജൂലൈയിൽ പാർലമെന്റിന് മുന്നിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ നിരീക്ഷിച്ചു. പുക സ്പ്രേക്കുള്ള ഷെല്ലുകൾ അമോൽ ഷിന്റെ സ്വന്തം നാടായ മഹാരാഷ്ട്രയിലെ ലത്തൂരിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഞായറാഴ്ച രാവിലെ സംഘത്തിലെ എല്ലാവരും ഇന്ത്യ ഗേറ്റിലെത്തി പ്രാഥമിക യോഗം ചേർന്നു. പിന്നീട് വിക്കി ശർമ്മയുടെ ഗുരുഗ്രാമിലെ വസതിയിലെത്തി. പുകസ്പ്രേയുമായി സംഘത്തിലെ 6 പേരും പാർലമെന്റിൽ കടക്കാനായിരുന്നു പദ്ധതി. പക്ഷേ 2 പേർക്ക് പ്രവേശന പാസ് കിട്ടിയുള്ളൂ എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച പ്രാഥമിക വിവരം. നാഷണൽ ഡെസ്ക് 24. എഞ്ചിനീയർ മുതൽ റിക്ഷ തൊഴിലാളി ഡ്രൈവർ വരെയുണ്ട് പാർലമെന്റിൽ അതിക്രമം കാണിച്ചതിന് പിന്നിൽ. പിടിയിലായ യുവതിക്ക് ഉന്നത വിദ്യാഭ്യാസമുണ്ട്. 4-ാമൻ ഒരു ബിരുദധാരി കൂടിയാണ്. നീലം, വയസ്സ് 32, ഹരിയാനയിലെ ജിന്ദ് ജില്ലയിലെ ഖാസോഗുർദ് സ്വദേശി. പിതാവിന് മധുരപ്പലഹാരക്കടയുണ്ട്. സഹോദരങ്ങൾക്ക് ക്ഷീരവിൽപ്പനയാണ്. MA, MEd, MPhil ബിരുദങ്ങളും നെറ്റും ഹരിയാന അധ്യാപക പരീക്ഷാ യോഗ്യതയും നേടിയിട്ടുണ്ട് നീലം. ഹരിയാന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. നാട്ടിൽ വിപ്ലവ നായിക എന്നാണ് നീലം അറിയപ്പെടുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ചായിരുന്നു തുടക്കം. 2015 വീടിന്റെ മുകൾ നിലയിൽ നിന്ന് വീണ് നട്ടെല്ലിന് പരിക്കേറ്റതാണ്. കർഷക സമരത്തിലും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിലും സജീവമായിരുന്നു. ഡൽഹിയിലേക്കുള്ള നീലത്തിന്റെ വരവ് വീട്ടുകാർ അറിഞ്ഞില്ല. വാർത്ത അറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് വീട്ടുകാർ. ബിരുദങ്ങൾ ഏറെ നേടിയിട്ടും ജോലി കിട്ടാത്ത നിരാശ നീലത്തിനുണ്ടായിരുന്നെന്നും കുടുംബം. फिर मारा तो कोई कदम तो यार धरना बजा कर दी माँ पढ़ाई तो मतलब रख व्यापन धरना कुछ नहीं लेना. മനോരഞ്ജൻ ഡി, വയസ്സ് 35, എഞ്ചിനീയറിംഗ് ബിരുദധാരി. പുസ്തക വായനയാണ് ഹരം. അച്ഛനെ കൃഷിയിൽ സഹായിക്കുമായിരുന്നു. പാർലമെന്റിൽ കടക്കുകയെന്ന ലക്ഷ്യത്തോടെ 3 മാസമായി മൈസൂർ MP പ്രതാപ് സിംഹയുടെ ഓഫീസ് കയറിയിറങ്ങി ബന്ധം സ്ഥാപിച്ചു. മകൻ ചെയ്തത് തെറ്റെങ്കിലും അവൻ നല്ലവനെന്ന് നെഞ്ചുരുകി പിതാവ്. ದಯವಿಟ್ಟು ನನ್ನ ಮಗನ ಬಗ್ಗೆ ಏನಾದ್ರು ಒಳ್ಳೇದಿದ್ರೆ ಒಳ್ಳೇದು ಅಂತೇಳಿ, ಕೆಟ್ಟದಿದ್ರೆ ಸರ್ ನನ್ನ ಮಗನೇ ಅಲ್ಲ ಅವನು. ಅದು ದೇಗುಲ. ಆ ದೇಗುಲಕ್ಕೆ ಯಾರೇ ಕೆಟ್ಟದ್ದು ಮಾಡಿದ್ರು ಅವರು ಕೆಟ್ಟದ್ದು ಸರ್. ಆಯ್ತಾ ಸರ್? ನಾನೊಬ್ಬ ರೈತಾಪಿ ಮಗನಾಗಿ ನನ್ನ ಮಗ ಆ ಥರ ಮಾಡಿರೋದು ನಾನು ಖಂಡಿನೀಯ ಸರ್. സാഗർ ശർമ്മ, വയസ്സ് 28, ഉത്തർപ്രദേശിലെ ലക്നൗ രാംനഗർ സ്വദേശി. +2 വരെ പഠിച്ചു. റിക്ഷ ഓടിക്കാറുണ്ട്. അച്ഛൻ തടിപ്പണിക്കാരൻ. വർഷങ്ങളായി വാടക വീട്ടിൽ താമസം. ഡൽഹിയിൽ പ്രതിഷേധ സമരമുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതാണെന്ന് കുടുംബം. अभी 2 दिन तो हुआ है उसको, हमें पता भी नहीं था कि ऐसा कुछ हो जाएगा. क्या बोलकर गया था? बोलकर गया था कि मैं दोस्तों के साथ जा रहा हूँ, तो अभी कुछ काम है उनके साथ, तो इसीलिए जा रहा हूँ. അമോൽ ധൻരാജ് ഷിൻഡെ, വയസ്സ് 25, മഹാരാഷ്ട്രയിലെ ലത്തൂർ സ്വദേശി. ബിരുദധാരി. ഡൽഹിയിൽ സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെന്റ് റാലിയുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതാണെന്ന് കുടുംബം. उसकी पढ़ाई लिखाई हमारी गाँव में हो गया है. सिद्धेश्वर विद्यालय में 12 तक उसकी पढ़ाई हो गई. उसके आगे उन्हें कुछ मिलिट्री भर्ती, कुछ पुलिस भर्ती इसकी कोशिश में रहने वाला है. बाद में उन्हें किधर चला गया वो पता नहीं हमारा. കേസിൽ പ്രതികളായ ലളിത് ഝാ ബീഹാർ സ്വദേശിയാണ്. പ്രതികൾ താമസിച്ച ഗുരുഗ്രാമിലെ വീട് വിക്കി ശർമ്മ എന്നയാളുടേതാണ്. സെക്യൂരിറ്റിയായും ഡ്രൈവറായുമൊക്കെ ജോലി ചെയ്യാറുള്ള വിക്കി ഭാര്യയുമായി വഴക്കിടുക പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ളവരും വ്യത്യസ്ത സ്വഭാവക്കാരുമായ ഇവർ എങ്ങനെ ഒരുമിച്ചു, ആരാണ് പിന്നിൽ എന്നൊക്കെയാണ് അന്വേഷണ സംഘം തിരയുന്നത്. നാഷണൽ ഡെസ്ക് 24. അപ്പോൾ അതാണ് 3-4 സംസ്ഥാനങ്ങൾ കിടക്കുന്നവർ എങ്ങനെയാണ് ഒരുമിച്ച് വന്നത്. ഇവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ തൊഴിലില്ലായ്മ പ്രശ്നം, ദൈനംദിന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ ഒരു അതിക്രമമായ രീതിയിൽ ശ്രദ്ധ ക്ഷണിക്കാൻ ഉദ്ദേശമൊക്കെ ആണെങ്കിലും അത് ലോക്സഭയിലാണ് ന്യായീകരിക്കാവുന്നതല്ല. പക്ഷേ
അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊഴിലില്ലായ്മ നിരക്കൊക്കെ ആകാശം മുട്ടി നിൽക്കുന്ന നിരക്കാണ് എന്ന് സുബ്രഹ്മണ്യ സ്വാമി അടക്കമുള്ളവരൊക്കെ പലയാവർത്തി ട്വീറ്റും ഒക്കെ ഒക്കെ ഇടുന്നുമൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്യേണ്ട വേദിയാണ് ലോക്സഭയെങ്കിൽ ഈ പറഞ്ഞ പ്രതിഷേധങ്ങൾ മാറ്റി നിർത്തിയാൽ അത് ചർച്ച ചെയ്യട്ടെ. അതിനുള്ള മറുപടി പറയുന്ന സമയത്തൊക്കെ അതൊക്കെ വരുന്നെങ്കിൽ വരട്ടെ എന്നേ പറയാനുള്ളൂ. എന്തായാലും ഏതെങ്കിലും തരത്തിൽ ഏത് വിഷയമാണെങ്കിൽ കൂടി ലോക്സഭയിൽ കാട്ടിക്കൂട്ടി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അതിനേതെങ്കിലും തരത്തിൽ വലിയ പ്രതിഷേധമാണെന്ന് പ്രകീർത്തിക്കാനും കഴിയില്ല. ബാലേന്ദ്രൻ നായർ പറയുന്നു, ഹാഷ്മി, ലോക്സഭയിലെ സുരക്ഷാ വീഴ്ച വളരെ ഗുരുതരമല്ലേ? ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ സെക്യൂരിറ്റി സ്റ്റാഫിനെയും പിരിച്ചു വിടണം, ID കാർഡ് ഉടമസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നു. അതൊന്നും പോരാട്ട എന്ന് പറഞ്ഞാൽ അവരെ അവിടുത്തെ ജീവനക്കാരെ പിരിച്ചിട്ടുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അത്രത്തോളം കൊടിയ സുരക്ഷാ സോണാണ്, സെക്യൂരിറ്റി സോണാണ്. അവിടെ എങ്ങനെയാണ് പലരും പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അവർ ആ സ്മോക്ക് ബോംബിന് പോയാൽ മറ്റെന്തെങ്കിലും മാരകായുധം കൊണ്ടുവന്നിരുന്നെങ്കിൽ, അവരുടെ സ്മോക്ക് ബോംബിനകത്തെ പുക വിഷവാതകമായിരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാമായിരുന്നു. അപ്പോൾ അതിനെ അങ്ങനെ കണ്ടാൽ പോരാ, അതിനെ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണണമെന്ന് തോന്നുന്നു. വേറൊരു പക്ഷേ മഹാദേവ് പ്രസാദ്, ഡാനിഷ് എംപിയുടെ പാസ് കണ്ടെത്തി, അതുകൂടെ പറ മാധ്യമപ്രവർത്തക, ചുമ്മാ പറയല്ലേ ചേട്ടാ, അങ്ങനെ ആരുടെയും പാസ് കണ്ടെത്തി ഡാനിഷ് എം പി അടക്കമുള്ളവർ ചേർന്നാണ് ഇയാളെ തടഞ്ഞു വെച്ച് ഈ അവിടുത്തെ മൈസൂരിലെ BJP എംപിയുടെ പാസ്, സെക്യൂരിറ്റി പാസിൻ്റെ ഫോട്ടോ എടുക്കുന്ന ഇവരൊക്കെ തടഞ്ഞു വെച്ചാണ്. അതല്ലാതെ ഡാനിഷ് അലിയുടെ പാസ്സൊന്നും കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, ബിജു ചെറുവണ്ണൂർ ചോദിക്കുന്നു, 2 പേരെ സസ്പെൻഡ് ചെയ്ത് ഈ വിഷയം അവസാനിപ്പിക്കാനാകുമോ ഹാഷ്മി? ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. അവരെ പിരിച്ചുവിടണം മാത്രം കാര്യമാവുന്നില്ല. എന്താണ് സുരക്ഷാ വീഴ്ച, അത് പരിഹരിക്കാനുള്ള നടപടികളാണ് ഉണ്ടാവേണ്ടത്. എന്തായാലും സുരക്ഷാ വീഴ്ചയിൽ ഗുരുതര ആരോപണവുമായി KC വേണുഗോപാൽ എം പി രംഗത്തെത്തുന്നു. രാജ്യസുരക്ഷയോട് BJPക്ക് ആത്മാർത്ഥതയില്ല എന്ന് പറയുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കാനുള്ള ദേശീയതയുടെ പുകമറ മാത്രമാണ് സുരക്ഷ. പ്രതിപക്ഷത്തിന് തുടർ നടപടി ഇന്ത്യ സഖ്യം യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും KC വേണുഗോപാൽ 24-നോട് പറഞ്ഞു. അപ്പോൾ സർക്കാർ ഈ BJP ഗവൺമെൻറ്റിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് അവർക്ക് ഇലക്ഷൻ കാലത്ത് ഉപയോഗിക്കാനുള്ള ദേശീയതയുടെ പുകമുറ മാത്രമാണ്. സത്യത്തിൽ സർക്കാരിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ അലംഭാവവും പാളിച്ചയും കൃത്യവിലോപവും കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരുന്ന ഒരു വലിയ സംഭവമായിരുന്നു ഇന്നലത്തെ. എന്തായാലും ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം കിട്ടണം. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഇതിനകത്ത് ഗവൺമെൻറ് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മുൻപ് ഈ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷം എന്ത് നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്? ഇതൊക്കെ രാജ്യം അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട്. 100% ശരിയാണ്. എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ആക്രമണത്തിൻ്റെ ഒരു വാർഷിക ദിവസം ഗുർപന്ത് സിംഗ് പന്നു എന്ന് പറയുന്ന ഖാലിസ്ഥാൻ ഭീകരവാദി ആക്രമിക്കുമെന്ന ഒരു വെല്ലുവിളി മുഴക്കിയ ദിവസം തന്നെ അത് സംഭവിക്കുന്നുവെങ്കിൽ അത്രത്തോളം സുരക്ഷയില്ലായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. എന്തുകൊണ്ടാണ് എന്നത് ധനേഷൻ വാണ്ട്സ് ടു നോ. നവകേരള സദസ്സിനായി കൊല്ലത്ത് സ്കൂൾ മതിൽ പൊളിച്ചതിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. പൊതുഖജനാവിലെ പണമല്ലേ ഇതിന് ചെലവഴിക്കുന്നതെന്ന് കോടതി. സംഭവിച്ചു പോയി എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, കോടതിയിൽ ഉണ്ടായത് എന്താണ്? സംഭവിച്ചു പോയി എന്ന കൈമലർത്തലിൽ കോടതി തൃപ്തരാണോ? ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ദേവസ്വം സ്കൂളിന്റെ മതിൽ പൊളിച്ച സംഭവത്തിൽ ഇന്നൊരു ഹർജി ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. തുടർന്ന് രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. സ്കൂൾ മതിൽ പൊളിക്കുന്നത് എന്തിനെന്ന് കോടതിയുടെ ഭാഗത്തുനിന്നും ചോദ്യം വന്നു. പൊതുഖജനാവിലെ പണമല്ലേ നിങ്ങൾ ഇതിന് ചിലവഴിക്കുന്നത് എന്നും കോടതി ചോദിച്ചു. തുടർന്ന് സർക്കാർ പറഞ്ഞത് അതങ്ങനെ സംഭവിച്ചു പോയി എന്നുള്ള മറുപടിയിൽ ഒതുക്കാൻ സർക്കാർ ശ്രമിച്ചു. പക്ഷേ കോടതി വിട്ടില്ല. നേരെ മറിച്ച് കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം വേണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് ഉണ്ടായത്. നവകേരള സദസ്സിന്റെ നോഡൽ ഓഫീസറായ ജില്ലാ കളക്ടറും ദേവസ്വം ബോർഡും ഇക്കാര്യത്തിൽ മറുപടി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. തലയോലപ്പറമ്പിൽ മുഖ്യമന്ത്രി കരിങ്കൊടി എന്ന വാർത്ത ഇപ്പോൾ കേൾക്കുന്നു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. ആ ഒരു പ്രേക്ഷക ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ, കരിങ്കൊടി തെറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കരിങ്കൊടി പ്രതിഷേധം എന്ന് പറയുന്നത് കാലാകാലങ്ങളുള്ള പ്രതിഷേധമാണ്. രമയാണ് ചോദിച്ചത്. രമജി, എന്താണ് കരിങ്കൊടി പ്രതിഷേധം കാലാകാലങ്ങളിലെ പ്രതിഷേധമാണ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരകാലത്തുള്ള പ്രതിഷേധമാണ്. സാക്ഷാൽ ഗാന്ധിക്കടക്കമുള്ളവർക്ക് നേരിടേണ്ടി വന്നതാണ് കരിങ്കൊടി. അതുകൊണ്ട് അതൊരു മഹാപരാധമോ ഒരിക്കലും ചെയ്യരുതാത്ത എന്തോ ഒരു അധമ സമരമൊന്നുമല്ല. കരിങ്കൊടി പ്രതിഷേധത്തിൻ്റെ ഒരു രീതിയാണ്. ഓക്കെ, ശരണപാതയിൽ തിരക്കൊഴിയുമ്പോൾ വിവാദത്തിൻ്റെ മലകയറ്റം. ശബരിമലയിൽ നിന്നും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഭക്തർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് സന്നിധാനത്തെത്തിയ ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ 24-നോട് പറഞ്ഞു. വിവാദങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭക്തരുടെ വിശ്വാസത്തെ കരുവാക്കി നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസും BJPയും ശ്രമിക്കുകയാണെന്നും മന്ത്രി K. രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. പറയുകയാണ് മന്ത്രി,
ശബരിമലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ പെട്ടെന്ന് ഇടപെട്ടു. 2015 വലിയ തിരക്കും പ്രശ്നങ്ങളും ഉണ്ടായി. ശബരിമലയിൽ ഒരു ഭക്തന്റെയോ ഒരു കുഞ്ഞിന്റെയോ കണ്ണുനീര് വീഴ്ത്തില്ല എന്നും മന്ത്രി പറയുകയാണ്. ശബരിമലയിലെ നിയന്ത്രണ സംവിധാനങ്ങൾക്കെതിരെ വ്യാപക വിമർശനമുയർന്നതോടെയാണ് മന്ത്രി സന്നിധാനത്ത് നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തിയത്. ഭക്തർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും പമ്പയിലും സന്നിധാനത്തും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വിശ്വാസത്തെ കരുവാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസും BJPയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായും മന്ത്രി ആരോപിച്ചു. ശബരിമലയെ സമരത്തിന്റെ ഒരു വേദിയാക്കി മാറ്റുക എന്നുള്ളത് അതിൻ്റെ പിന്നിൽ വളരെ ബോധപൂർവമായിട്ടുള്ളൊരു ലക്ഷ്യമാണ്. ഭക്തരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഭക്തരുടെ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമാണ്. അതിപ്പോൾ കോൺഗ്രസും ചെയ്യുന്നുണ്ട്. കേന്ദ്രസേനയെ ശബരിമലയുടെ നിയന്ത്രണം ഏൽപ്പിക്കണമെന്ന BJPയുടെ ആവശ്യത്തെയും മന്ത്രി വിമർശിച്ചു. കേന്ദ്രസേന ആണെങ്കിൽ കേന്ദ്രസേനയുടെ മുമ്പിൽ വെച്ചിട്ടല്ലേ ഇത് നമ്മുടെ പാർലമെൻറ്റിൽ ആക്രമിച്ചത്. പാർലമെന്റ് ആക്രമിച്ചപ്പോൾ കേന്ദ്രസേന എവിടെയായിരുന്നു? ശബരിമലയിലെ പോലീസ് വിന്യാസത്തിൽ പുതിയ ക്രമീകരണം ഏർപ്പെടുത്തി. 15 ദിവസത്തെ ഡ്യൂട്ടി പൂർത്തിയാകുമ്പോൾ ആ ബാച്ചിലെ 50% പേർ ശബരിമലയിൽ തുടരണമെന്നാണ് DGPയുടെ ഉത്തരവ്. ക്രിസ്മസ് അവധിയിൽ ഉണ്ടാകാനുള്ള തിരക്ക് കണക്കിലെടുത്ത് പമ്പയിലും സന്നിധാനത്തും കൂടുതൽ നിരീക്ഷണം ഏർപ്പെടുത്താൻ അവലോകന യോഗത്തിൽ തീരുമാനമായി. BJPയുടെ പ്രതിനിധി സംഘവും സന്നിധാനത്ത് സന്ദർശനം നടത്തും. ശബരിമലയിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് കേരളം തമിഴ്നാടിന് ഉറപ്പു നൽകി. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആശങ്കയറിയിച്ചതിന് പിന്നാലെയാണ് കേരളം കത്തയച്ചത്. 24 സന്നിധാനം. നിലയ്ക്കലിൽ പിതാവിനെ കാണാതായപ്പോൾ കരഞ്ഞ കുട്ടിയുടെ ചിത്രം ഉപയോഗിച്ച് തെറ്റായ പ്രചരണവുമായി കോൺഗ്രസും. കഴിഞ്ഞ ദിവസം സംഘപരിവാർ സംഘടനകൾ ഇതേ ചിത്രം ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെടുത്തി പ്രചരിപ്പിച്ചിരുന്നു. പാലക്കാട് DCC നടത്തുന്ന പ്രതിഷേധ ഭജനയുടെ പോസ്റ്ററുകളിലാണ് ഈ ചിത്രം ഉപയോഗിച്ചത്. പോസ്റ്റർ തയ്യാറാക്കിയത് തന്റെ അറിവോടെ അല്ല എന്ന് ജില്ലാ നേതൃത്വം അറിയിക്കുകയുമാണ്. പ്രതിഷേധ ഭജന എന്ന പേരിൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പാലക്കാട് നടത്തിയ പരിപാടിയുടെ പോസ്റ്ററാണ് വിവാദമായത്. തീർത്ഥയാത്രയ്ക്കിടെ പിതാവിനെ കാണാതെ കരഞ്ഞ കുട്ടിയുടെ ചിത്രം തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് വേണ്ടിയുള്ള DCCയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് പോസ്റ്റർ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് കോൺഗ്രസിന്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പോസ്റ്റർ നവമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. സംഭവം വിവാദമായതോടെയാണ് പരിപാടിയുടെ പേര് തന്നെ മാറ്റാൻ DCC നിർബന്ധിതമായത്. എന്നാൽ പോസ്റ്റർ തന്റെ അറിവോടെയല്ലെന്നാണ് DCC പ്രസിഡന്റിന്റെ വാദം. അതെനിക്കറിയില്ല, അത് ഞാൻ ഇട്ടിട്ടില്ല. ഒരു തെറ്റിദ്ധാരണ ഞാൻ ഇട്ടിട്ടെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാവുള്ളൂ. അത് എനിക്കറിയില്ലല്ലോ. എന്തെങ്കിലും എനിക്ക് പറയാൻ പറ്റുമോ? അത് വേറെ ആരും ഇട്ടതായിരിക്കും, ഞാൻ ഇട്ടില്ല. എന്റെ നോക്കിയാൽ മതി, അറിയാം. വ്യാജ പ്രചരണം നടത്തുന്നവർ അത് ശരിയാണോ എന്ന് പരിശോധിക്കണമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ 24നോട് പറഞ്ഞു. അപ്പോൾ വണ്ടി എടുക്കുന്ന ഒരു സമയമായപ്പോൾ കഴിഞ്ഞപ്പോൾ കുട്ടി ആകെ അച്ഛനെ കാണാതെ പ്രായപ്പെട്ടു, കരഞ്ഞു. ആ കരച്ചിലിനെയാണ് പിന്നീട് ഈ കുട്ടി വെള്ളം കിട്ടാതെ കരഞ്ഞു, അല്ലെങ്കിൽ മറ്റേ സൗകര്യം ഇല്ലാതെ കരഞ്ഞു എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ അതിൻ്റെ പേരിലാണ് ഭജന ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെ നല്ല കാര്യമാണോ എന്നുള്ളത് അവരെ ആലോചിക്കട്ടെ. പ്രതിഷേധ ഭജനയാണ് ആദ്യം പദ്ധതിയിട്ടിരുന്നതെങ്കിലും വിവാദമായതോടെ ധർണ മാത്രമായി നടത്തി നേതാക്കൾ തടിയൂരി. 24 പാലക്കാട്. പണ്ടൊരു നേതാവ് ശബരിമല സുവർണാവസരമാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. അതിന്റെ തുടർച്ചയിൽ അത് സുവർണാവസരമാക്കാൻ നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. നമുക്കറിയാം ഈ ചിത്രം ദേശീയ തലത്തിൽ ചില ട്വിറ്റർ ഹാൻഡിലുകൾ കേരളത്തെ അങ്ങേയറ്റം അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന രീതിയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതിലൂടെ കോൺഗ്രസും ചേരേണ്ടതുണ്ടോ എന്ന് അവർ ആലോചിക്കട്ടെ. ഇപ്പോൾ ജില്ലാ നേതൃത്വം അറിയില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ശബരിമലയിലെ അവിടെ വലിയ തിരക്കുണ്ട് എന്നുള്ള കാര്യം മുൻകൂട്ടി അറിയാവുന്നതാണ്. അവിടെ ക്രമീകരണങ്ങൾ പാളിച്ച ഉണ്ടായോ എന്നത് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ സർക്കാർ വീഴ്ചയുണ്ടോ എന്നത് ചർച്ച ചെയ്യാം. അതിലപ്പുറം അതിനെ രാഷ്ട്രീയമാക്കേണ്ടതുണ്ടോ എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കട്ടെ. കാര്യം കേരളത്തിന് അഭിമാനമാകുന്ന മാനവിക ഏകതയുടെ ഒക്കെ വലിയ സന്ദേശം നൽകുന്ന, ഒരു മതേതര സന്ദേശം നൽകുന്ന വലിയ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് അത്. അവിടെ ശാന്തവും സമാധാനവുമായി ഭക്തർ പോകട്ടെ, മല കയറട്ടെ, അയ്യപ്പനെ കാണട്ടെ, സമാധാനപരമായ മനസ്സോടെ അവർ തിരികെ ഇറങ്ങി വരട്ടെ. രാഷ്ട്രീയക്കാർ തൽക്കാലം മലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങലാണ് നല്ലത് എന്ന് തോന്നുന്നു. എന്തായാലും ശബരിമലയിലെ തിരക്കിന് കാരണം സർക്കാർ അനാസ്ഥയാണെന്ന് ആരോപിച്ച് മലബാർ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞു പോവുകയായിരുന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ച് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഗവർണർക്കെതിരായ കരിങ്കൊടി, അതിലെ പ്രതിഷേധം, അതിലെ സുരക്ഷാ വീഴ്ച വീണ്ടും വാർത്ത കത്തുകയാണ്.
ഗവർണർക്കെതിരെ SFI പ്രതിഷേധത്തിലെ പോലീസ് വീഴ്ച മനഃപൂർവ്വമല്ല എന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട്. ഒളിച്ചിരുന്ന പ്രതിഷേധക്കാർ അപ്രതീക്ഷിതമായി കാറിന് മുന്നിലേക്ക് ചാടി വീണ് പ്രതിഷേധിക്കുകയായിരുന്നു. അതേസമയം കേസിൽ 7 SFI പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഗവർണർ പദവിയിരിക്കുന്ന ആൾ ബോധപൂർവം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് മന്ത്രി MB രാജേഷ് പ്രതികരിച്ചു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു DGPക്ക് നൽകിയ റിപ്പോർട്ടിലാണ് പോലീസ് വീഴ്ച മനഃപൂർവ്വമല്ലെന്ന് വ്യക്തമാക്കുന്നത്. പ്രതിഷേധം കണക്കിലെടുത്ത് അധിക സുരക്ഷ ഒരുക്കിയിരുന്നു. പ്രതിഷേധക്കാർ തമ്പടിച്ചിരുന്ന സ്ഥലത്ത് പോലീസിനെ വിന്യസിക്കുകയും ചെയ്തു. പാളയം ഭാഗത്ത് കടകളിൽ ഒളിച്ചിരുന്ന പ്രതിഷേധക്കാർ കുതിച്ചു ചാടിയത് അപ്രതീക്ഷിതമായി. ഗവർണറുടെ വാഹനത്തിൽ അടിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം മാറിയത് ഇങ്ങനെയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രാജ്ഭവനുമായി ചർച്ച ചെയ്ത ഭാവിയിൽ സുരക്ഷ കൂട്ടുമെന്ന് പറയുന്ന റിപ്പോർട്ടിൽ ആർക്കെതിരെയും നടപടിക്ക് നിർദ്ദേശമില്ല. IPC 124 നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ചാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 7 SFI പ്രവർത്തകരുടെ ജാമ്യം തള്ളിയത്. ഗവർണർ പദവിയെ മാനിക്കണമെന്നും പ്രായത്തിന്റെ പക്വത കാണിക്കണമെന്നും മന്ത്രി MB രാജേഷ് ഇന്നും വിമർശിച്ചു. ബോധപൂർവം പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വരും, നിങ്ങളൊന്ന് വാ കാണട്ടെ എന്ന മട്ടിൽ പറയുന്നു. ഇരിക്കുന്ന പദവിയുടെ അന്തസ്സ് കാക്കാൻ കഴിയേണ്ടതാണ്, അന്തസ്സ് പാലിക്കാൻ കഴിയേണ്ടതാണ്. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ മിനിമം പ്രായത്തിന്റെ പക്വതയും മിതത്വമെങ്കിലും കാണിക്കാൻ കഴിയേണ്ടതാണ്. ഗവർണറെ അനുകൂലിച്ച രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചാൽ ഗുണ്ടകളെ വെച്ച് തല്ലും. ഗവർണറെ കരിങ്കൊടി കാണിച്ചാൽ എന്താണ് പോലീസ് നടപടിയെടുക്കാത്തത്? മുഖ്യമന്ത്രിക്ക് എതിരെ കരിങ്കൊടി കാണിച്ചാൽ അത് ഏറ്റവും വലിയ അപരാധമാണ്. ഗവർണറെ കരിങ്കൊടി കാണിച്ചാൽ എന്ത് അപരാധമല്ലേ? ആ ഇരട്ടത്താപ്പ് ശരിയല്ല. അതേസമയം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും ഇന്ന് രാജ്ഭവന് റിപ്പോർട്ട് നൽകിയേക്കും. 24 തിരുവനന്തപുരം. ജാസിർ വിളയൂർ ചോദിക്കുന്നുണ്ട്, ഓയൂർ കേസ് എന്തായി എന്ന് ചോദിക്കുന്നത്. വേറൊരു പ്രേക്ഷകർ നേരത്തെ എന്തായി ഓയൂർ കേസ് എന്ന് ചോദിച്ചിരുന്നു. ഓയൂരിൽ ആ കേസിലെ പ്രതികൾ റിമാൻഡിലാണ്. 1-ാം പ്രതി പത്മകുമാർ കൊട്ടാരക്കര സബ് ജയിലിലാണ്. അനിതകുമാരിയും അനുപമയും അട്ടക്കുളങ്ങര സബ് ജയിലിലുമാണ്. ഇവിടെ പ്രേക്ഷകർ ഇപ്പോൾ വരുന്ന സത്രം പുല്ലുമേട് കാനനപാതയിൽ കുഴഞ്ഞു വീണ അയ്യപ്പ ഭക്തൻ മരിച്ചു എന്ന് പറയുന്നു. തമിഴ്നാട് ദിണ്ടുകൽ സ്വദേശി കറുപ്പുസ്വാമിയാണ് മരിച്ചത്. പുല്ലുമേട്ടിലുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അവിടെ നമ്മൾ ഒരു 3 ദിവസം കണ്ടിരുന്ന ഭീകരമായ തിരക്കിൻ്റെ അന്തരീക്ഷമൊക്കെ ഒഴിവായി. ഏതാണ്ട് പമ്പയിൽ പാർക്കിംഗ് പാടില്ലെന്ന കോടതി ഉത്തരവ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പുനഃപരിശോധന ഹർജി നൽകുന്നു. അപ്പോൾ എന്തായാലും ഭീകരമായ തിരക്കിനൊരു ശമനമുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ അവിടെ അത്യാവശ്യം സ്മൂത്തായി പോകുന്നു അറിയാൻ കഴിയും. പത്മ നായർ പറയുന്നു, എന്ത് മണ്ടത്തരമാണ് ഹാഷ്മി പറയുന്നത്? അയ്യപ്പന്മാർ അനുഭവിക്കുന്ന ദുരന്തം കാണുന്നില്ലേ? 33 വർഷം പോയി, ഇതുപോലെ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പത്മ ചേച്ചി. പക്ഷേ ഞാൻ പറഞ്ഞത് അവിടെ ഒരു ആസൂത്രണ പിഴവ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ 10-20 ഏജൻസികൾ ഒരുമിച്ച് ഏകോപിച്ച് നടത്തേണ്ട ഇക്കുറി എന്തായാലും ആ പിഴവ് ഉണ്ടായി എന്നതുകൊണ്ടാണല്ലോ അത്രയും ഒരു ദിവസം 90,000-ഓളം ഭക്തർ അങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും ആ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നതിൽ ഒരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞത് പക്ഷേ അതിൽ രാഷ്ട്രീയം കാണുകയും അത് 10 വോട്ടിനുള്ള വകുപ്പാക്കി മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുന്നത് ശരിയല്ല. അത് തീർത്ഥാടന കേന്ദ്രമാണ്, അതിനെ നമുക്ക് വെറുതെ വിടാം എന്ന ഒരു നല്ല ഉദ്ദേശത്തിലേ പറഞ്ഞുള്ളൂ. അവിടെ തീർത്ഥാടനം വളരെ സുഗമമായി, വളരെ ശാന്തമായി, സമാധാനപരമായി അവസാനത്തെ അയ്യപ്പനെ കണ്ടു മടങ്ങാനുള്ള അവസരം അവിടെ ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു സംശയവും തർക്കവും ആർക്കുമില്ല. വാഗേരിയിൽ യുവ കർഷകനെ ആക്രമിച്ചു കൊന്ന കടുവയെ ഉടൻ വെടിവെച്ചു കൊല്ലും. നരഭോജി കടുവ ആണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് നടപടികൾ തുടങ്ങിയതായി വനമന്ത്രി AK ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. 13 വയസ്സുള്ള ആൺകടുവയാണ് പ്രജീഷിനെ കൊന്നതെന്നും കടുവ തുടർച്ചയായി മേഖലയിൽ ഇറങ്ങുന്നുണ്ടെന്നും വനം വകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമായി. മേഖലയിൽ സ്ഥാപിച്ച 3 കൂടുകളിൽ ഒന്നിനു സമീപം കടുവ ഇന്നലെ എത്തിയതായി സ്ഥിരീകരിച്ചു. രാവിലെ പരിശോധിക്കുമ്പോൾ ഈ കൂട് അടഞ്ഞ നിലയിലായിരുന്നു. ക്യാമറ ട്രാപ്പിൽ കുടുങ്ങിയ ദൃശ്യങ്ങൾ വഴിയാണ് വയനാട് വന്യജീവി സങ്കേതത്തിലെ 45-ാം നമ്പർ കടുവയാണെന്നത് സ്ഥിരീകരിച്ചത്. കടുവയെ വെടിവെച്ചു കൊല്ലാൻ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. കടുവയെ വനം വകുപ്പ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. WWL 45 എന്ന ഇനത്തിൽപ്പെട്ട വനം വകുപ്പിന്റെ ഡാറ്റാ ബേസിൽ ഉൾപ്പെട്ട കടുവയാണ് ഈ കടുവ. ഇത് അനുയോജ്യമായ സ്ഥലത്തെത്തിയാൽ വെടിവെച്ച് കൊല്ലുന്നുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അരുൺ സക്കറിയ വാഗേരിയിൽ എത്തിയിട്ടുണ്ട്. നോർത്തൺ CCF KS ദീപ, വൈൽഡ് ലൈഫ് വാർഡൻ P ദിനേശ് കുമാർ, DFO ഷജ്ന കരീം, ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസ് തുടങ്ങിയവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. RRT സംഘം 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തിരച്ചിൽ തുടരുന്നുണ്ട്. കുറ്റിക്കാടുകളും കാപ്പിത്തോട്ടങ്ങളും നിറഞ്ഞ മേഖലയിലാണ് കടുവാ സാന്നിധ്യം. അതിനാൽ തന്നെ വെടിവെക്കാൻ വനം വകുപ്പിന് മുന്നിൽ പ്രതിബന്ധങ്ങൾ ഏറെ. അനുയോജ്യമായ സ്ഥലത്തെത്തിച്ച് വെടിയുതിർക്കാനാണ് നിലവിലെ നീക്കം. റിബിൻ ജോൺ പാലേരിക്കൊപ്പം വാഗേരിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. അതേസമയം ഒരു കാലത്ത് വാഗേരിയെ വിറപ്പിച്ചൊരു കൊമ്പനുണ്ടായിരുന്നു, പേര് വടക്കനാടൻ കൊമ്പൻ. ഇന്ന് ആശാൻ വനം വകുപ്പിന്റെ ഓപ്പറേഷൻ ടൈഗറിന്റെ ഭാഗമാവുകയാണ്.
മുത്തങ്ങയിൽ നിന്നുമാണ് ആനയെ വാഗയിൽ എത്തിച്ചത്. എന്നാൽ വടക്കനാടൻ കൊമ്പൻ എന്ന ആ പേരൊന്ന് നൈസായിട്ട് മാറ്റി വിക്രം എന്നാണ് ഇപ്പോൾ കൊമ്പന് പേര്. ഭരത് എന്ന കല്ലൂർ കൊമ്പനും ദൗത്യത്തിന്റെ ഭാഗമാകും. സുർജിത്ത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വാഗേരിയിൽ കടുവയെ പിടികൂടുന്ന ദൗത്യത്തിന്റെ ഭാഗമാകുന്ന 2 കൊമ്പന്മാരാണ്. ഒന്ന് വിക്രമും ഭരതും. വിക്രം എന്ന പേരുള്ള കൊമ്പനെ ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. നേരത്തെ വളരെ കുപ്രസിദ്ധി ആർജിച്ച പേരായിരുന്നു ഇവൻ്റേത്. വടക്കനാടൻ കൊമ്പൻ എന്നറിയപ്പെട്ടിരുന്ന കുപ്രസിദ്ധിയുള്ള ആനയായിരുന്നു. അവൻ്റെ മേഖലയായിരുന്നു ഇത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം 2019 ഇതിനെ പിടികൂടുന്നതെന്നാണ് അറിയുന്നത്. എന്തായാലും ആ ഒരു കാലഘട്ടത്തിൽ ഈ ആന വലിയ രീതിയിലുള്ള അലോസരമാണ് ഈ മേഖലയിൽ സൃഷ്ടിച്ചിരുന്നതെന്ന് നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരം ഓർമ്മകളും ആളുകളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ആനയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഓർമ്മകൾ? അത് വളരെ അധികം ഭീകരത സൃഷ്ടിച്ചൊരു ആനയായിരുന്നു. ഏകദേശം ഒരു വൈകിട്ട് 8 മണിയാകുമ്പോൾ തന്നെ അവൻ മതിലിൽ ചാടി പുറത്തിറങ്ങി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. കാരണം പറമ്പിലുള്ള നമ്മുടെയൊക്കെ പ്ലാവൊക്കെ കംപ്ലീറ്റ് ഉണക്കി. കാരണം ഇവൻ കയറി കുത്തി തൊലി പൊളിച്ചിട്ട് പ്ലാവെല്ലാം ഉണങ്ങി. അതുപോലെ തന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. അങ്ങനെയായിരുന്നു പിന്നീട് അവനെ പിടിച്ച് മെരുക്കി ഒരു കുങ്കിയാക്കി മാറ്റിയത്. നിങ്ങളുടെ ഫാം ഷെഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇടയ്ക്ക് പോകുന്നത്? അതെ, ഫാമിൻ്റെ ഷെഡിൽ കൂടിയായിരുന്നു അവൻ്റെ യാത്രേൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ സന്തോഷമാണെങ്കിലും പണ്ട് നമ്മളെ അത്രയധികം ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ആനയായിരുന്നു ഇത്. ഒരുപാട് കണ്ടിട്ടുള്ള ആന, ഒരുപാട് ഞങ്ങളെ ഓടിച്ചൊക്കെ ഒരുപാട് പരിചയമുള്ള ആനയത്. നിങ്ങൾ ഓടിച്ചിട്ടുണ്ടോ? ഞങ്ങളെ ഓടിച്ചിട്ടുണ്ട്, ഞങ്ങളും ഓടിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ കന്നേലിയും കൊണ്ട് കാട്ടിലൊക്കെ പോകുന്ന ഇഷ്ടംപടി കാണാറുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നോക്കി മാറി പോകലാണ് സാധാരണ എവിടെയെങ്കിലും ഉണ്ടല്ലോ. അങ്ങനെ ഓടിക്കില്ല. പിന്നെ മുട്ടിക്കഴിഞ്ഞാൽ ഓടിക്കലുണ്ട്. എന്നെ ഒരുപാട് ഓടിച്ചിട്ടുണ്ട്. നമ്മൾ പറമ്പിലൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ഓടിച്ചിട്ടുണ്ട്. എന്നാൽ എങ്ങനെയും കടുവാനെ പിടിച്ചാൽ മതി. ഇങ്ങനെ വന്നു കഴിഞ്ഞാലും നല്ല സന്തോഷം. പേടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ മേലാത്തൊരവസ്ഥയായപ്പോൾ ഇതൊക്കെ ഇടായപ്പോഴേക്ക്. ഒരു ആനയ്ക്ക് എതിരെ ഒരു നിരാഹാര സമരം വരെ നടന്ന പ്രദേശമാണിത്. കാരണം അത്രമാത്രം വലിയ രീതിയിലുള്ള അലോസരം ഈ ആന ഇവിടെ സൃഷ്ടിച്ചിരുന്നു. വടക്കനാടൻ കൊമ്പൻ എന്ന കുപ്രസിദ്ധി ആർജിച്ച പേരായിരുന്നു ഈ ആനയ്ക്കുണ്ടായിരുന്നത്. പലപ്പോഴും ഇവിടുത്തെ കൃഷിത്തോട്ടത്തിൽ ഇറങ്ങുകയും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്ത കൊമ്പനാണിത്. അതുകൊണ്ട് തന്നെ ആ ദൗത്യത്തിൻ്റെ, അതായത് ഇപ്പോൾ ഒരു കടുവയെ പിടികൂടുന്ന ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു ഈ വടക്കനാടൻ കൊമ്പൻ എന്നറിയപ്പെടുന്ന വിക്രം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ ഭരത് എന്ന കുപ്രസിദ്ധി ആർജിച്ച കല്ലൂർ കൊമ്പനും ഇവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ 2 ആനകളാണ് ഈ ഡോക്ടർ അരുൺ സക്കറിയ നേതൃത്വം നൽകുന്ന സംഘത്തിനൊപ്പം, RRT സംഘത്തിനൊപ്പം വനത്തിനകത്തേക്ക്, വനമേഖലയിലും തോട്ടം മേഖലയിലും പരിശോധന നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്തായാലും കടുവയെ പിടികൂടാനുള്ള ദൗത്യം വാഗേരിയിൽ തുടരുകയാണ്. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. എന്തായാലും പണ്ടത്തെ കൊടികുത്തിയ ഗുണ്ടകളായിരുന്നു, ആ കാട്ടിലെ ഗുണ്ടകളായിരുന്നു ഈ ആനകൾ എന്ന് പറയപ്പെടുന്നു. ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഇപ്പോൾ നേരായ വഴിയിലാണ് എന്ന് പറഞ്ഞാൽ ഇവരെ ഈ കുങ്കിയാനയാക്കി മാറ്റുമ്പോഴേക്കും ഇതിൻ്റെ ശൗര്യം മൊത്തത്തിൽ അങ്ങ് ചോർത്തിക്കളഞ്ഞ് നമ്മൾ വീട്ടിൽ അത്രമാത്രം അങ്ങ് ഡൊമസ്റ്റിക് ആക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീര്യം പോവാതെ എങ്കിൽ ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു മിക്സഡ് പരിപാടിയിലാണ് അത്ര കുങ്കിയാന ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെ പരുവപ്പെടുത്തുക. അപ്പോൾ രണ്ടുപേരും ആ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. ആശംസകൾ മിസ്റ്റർ ഭരത്, മിസ്റ്റർ എന്താണ് മറ്റേ പേര്, രണ്ടാമത്തെ ആൾക്കും മിസ്റ്റർ വിക്രം. ഇപ്പോൾ വരുന്ന വാർത്ത, കണ്ണൂർ തളിപ്പറമ്പിൽ സീബ്ര ലൈൻ മറികടക്കുന്നതിനിടെ വയോധികനെ ഇരുചക്ര വാഹനം ഇടിച്ചു തെറിപ്പിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. കാലിന് പരിക്കേറ്റ കൂവോട് സ്വദേശി അശോകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമിത വേഗതയിൽ വന്ന ഈ പറഞ്ഞ ഇരുചക്ര വാഹനമാണ് അപകടമുണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ വാഹനത്തിൽ, കാറിലാവട്ടെ സ്കൂട്ടറിലാവട്ടെ 100-110 കാറ്റിൻ്റെ വേഗത്തിൽ പറന്നു പോകുമ്പോൾ റോഡിൽ കൂടെ മനുഷ്യന്മാരുണ്ട് എന്നതുകൂടി നോക്കി പോകണം എന്നൊരു ഓർമ്മപ്പെടുത്തലാവട്ടെ ആ വാർത്ത. അട്ടപ്പാടിയിൽ ഗർഭസ്ഥ ശിശു മരിച്ചു. അട്ടപ്പാടി പുളിയപ്പതി സ്വദേശി കവിതയുടെ 9 മാസമുള്ള ഗർഭസ്ഥ ശിശുവാണ് മരിച്ചത്. യുവതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, എന്താണ് ആശുപത്രി ഡോക്ടർമാർ ഇതിനെപ്പറ്റി പറയുന്നത്, അറിയാൻ കഴിയുന്നത് എന്താണ് നിഖിൽ? ഹഷ്മി, ഒരു ഇടവേളയ്ക്ക് ശേഷം അട്ടപ്പാടിയിൽ നിന്ന് ശിശുമരണത്തിന്റെ വാർത്തകൾ വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആശുപത്രിയിലെ പരിമിതികളെ കുറിച്ചൊക്കെ അറിയാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ടെത്തി കാര്യങ്ങൾ ചോദിച്ചറിയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അട്ടപ്പാടി പുളിയപ്പതിയിൽ കവിതയുടെ 9 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവാണ് മരിച്ചത്. ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ കുഞ്ഞു മരിച്ചത്. കവിത നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അവർക്ക് വിദഗ്ധ ചികിത്സ അനിവാര്യമായി വന്നതിനാൽ അവരെ തൃശൂരിലേക്ക് മാറ്റുകയായിരുന്നു. തമിഴ്നാട് മേട്ടുപ്പാളയത്ത് നിന്ന് പ്രസവത്തിന് വേണ്ടി 10 ദിവസം മുൻപാണ് കവിത അട്ടപ്പാടിയിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. അവരെ വിവാഹം കഴിപ്പിച്ച് അയച്ചിരുന്നത് മേട്ടുപ്പാളയത്തേക്കാണ്. കവിത അട്ടപ്പാടി സ്വദേശിനി തന്നെയാണ്. എന്തായാലും ഈ കുഞ്ഞിന് തൂക്കക്കുറവ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ, കുഞ്ഞുങ്ങൾ ഈ അട്ടപ്പാടിയിൽ
മരിക്കുന്നത് അവരുടെ ഭാരക്കുറവ് കൊണ്ട് തന്നെയാണ്. ഇത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അവർക്ക് ഈ ഗർഭസ്ഥാവസ്ഥയിൽ അവർക്ക് നൽകുന്ന വിവിധ ചികിത്സകളുടെ പോരായ്മയും ഈ പോഷകാഹാരങ്ങളുടെ കുറവുമൊക്കെയാണ് ഇതിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് വിദഗ്ധ പഠനങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ പാക്കേജുകളും മറ്റും പ്രഖ്യാപിക്കപ്പെടാറുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ശിശുമരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് അട്ടപ്പാടിയിൽ നിന്ന്. എന്തായാലും കവിത ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സയിൽ തുടരുകയുമാണ്. ഹാഷ്മി. യെസ്, നിഖിൽ പരമേശ്വരാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ഒരു ഇടവേള കഴിഞ്ഞ കുറച്ച് നാളെ കേൾക്കുന്നുണ്ടായിരുന്നില്ല നവജാത ശിശു മരണം. വീണ്ടും ഒരു ഗർഭസ്ഥ ശിശുവാണെങ്കിൽ കൂടിയും ഒരു മരണം. സങ്കടകരമായ വാർത്തയാണ് അവിടുന്ന് കേൾക്കുന്നു. തലവേദന കുത്തിവെപ്പെടുത്ത 2ാം ക്ലാസ്സുകാരൻ്റെ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഇഞ്ചക്ഷൻ എടുത്ത നഴ്സിനും ഡോക്ടർക്കുമെതിരെ കർശന നടപടി വേണം എന്ന് ആ കുടുംബം ആവശ്യപ്പെടുകയാണ്. കുട്ടിയുടെ കാലിലെ ഒരു ഞരമ്പിൻ്റെ ശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. 6 മാസമെങ്കിലും തുടർച്ചയുണ്ടെങ്കിൽ കുട്ടിക്ക് ചലനശേഷി തിരികെ കിട്ടൂ എന്ന അവസ്ഥയിലാണ് എന്നൊക്കെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ പേടിയുണ്ടാകുന്ന ഒരു വാർത്തയാണിത്. ഇവിടെ ഒരു പ്രേക്ഷക സുമാ വിനോദ് പറയുന്നു, ശബരിമലയിൽ രാഷ്ട്രീയം കളിക്കുന്നത് വളരെ വൃത്തികെട്ട രീതിയാണ്, വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ടാകും എന്ന് പറയുമ്പോൾ ശബരിമലയിലെ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയക്കാർ നിലപാട് പറഞ്ഞുകൂടാ, ഇടപെട്ടുകൂടാ എന്നതല്ല. പക്ഷെ നമുക്ക് മനസ്സിലാവുമല്ലോ. എന്ന് പറഞ്ഞാൽ അതിനൊക്കെ അപ്പുറം അതിനെ 10 വോട്ട് തടുത്തുകൂടാനുള്ള വൈകാരിക വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ചെയ്യുന്നവർക്കും അറിയാം, അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കും എന്താണ് അവർ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാകും. അതുകൊണ്ട് സുമയോട് ഞാൻ യോജിക്കുകയാണ്. മീനാക്ഷി റിജു പറയുന്നു, ഹാഷ്മി, ഇടുക്കി 6 വയസ്സുകാരിയെ കുഞ്ഞിൻ്റെ നീതി എവിടെ? പ്രതി അർജുൻ എന്ന കുറ്റം ചെയ്ത രീതി ജനൽ വഴി ഇറങ്ങുന്നു നമുക്ക് കാണിച്ചു കൊടുത്തത്, ബട്ട് പോലീസും കോടതിയും സർക്കാരും സമ്മതിക്കുന്നില്ല. എന്താ അല്ലേ? ജോസഫ് ബ്ലാക്ക് പറഞ്ഞു, ഇതാണ് മാധ്യമങ്ങളും ജനങ്ങളും അലർട്ടായിട്ടിരിക്കണമെന്ന് പറയുന്നത്. കണ്ണു തെറ്റിയാൽ കേസ് അട്ടിമറിക്കാൻ ഗൂഢശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. വാളയാർ കേസ്, കന്യാസ്ത്രീയുടെ കേസ്, ഇപ്പോൾ ഇതാ അടുത്തത്. നമ്മൾ അട്ടിമറി ആരോപിക്കാൻ ആരോപണം മാത്രമാണ് ഇപ്പോഴും, അട്ടിമറി എന്ന് പറയാൻ തെളിവുകളൊന്നുമില്ല. പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് താനും. മന്ത്രിസഭാ പുനഃസംഘടന ഈ മാസം അവസാനമുണ്ടാകും. എറണാകുളത്ത് ജനുവരി 1-2 തീയതികളിൽ നടക്കുന്ന നവകേരള സദസ്സിൽ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി പങ്കെടുത്തേക്കും. സത്യപ്രതിജ്ഞാ തീയതിയും വകുപ്പുകളും തീരുമാനിക്കാൻ ഈ മാസം 24-ന് LDF യോഗം ചേരുന്നുമുണ്ട്. നിലവിലെ മന്ത്രിമാർ തന്നെ നവകേരള സദസ്സ് തീരുന്നതുവരെ തുടരട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ തുടർന്നായിരുന്നു നവംബർ 20-ന് നടക്കേണ്ട പുനഃസംഘടന നീണ്ടത്. 24-ന് രാവിലെ 10-ന് AKG സെന്ററിൽ ചേരുന്ന ഇടതുമുന്നണി യോഗം പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ തീയതി തീരുമാനിക്കും. ക്രിസ്മസിന് പിന്നാലെയാകും സത്യപ്രതിജ്ഞ. 29-ന് സത്യപ്രതിജ്ഞ എന്ന നേരത്തെ സൂചനയുണ്ടായിരുന്നു. തീയതിയിൽ അന്തിമ തീരുമാനമെടുക്കും മുൻപ് ഗവർണറുടെ സമയം കൂടി തേടും. ഇടതുമുന്നണി തീരുമാനമെടുക്കുന്നതിന് പിന്നാലെ നിലവിലെ ഗതാഗത മന്ത്രി ആന്റണി രാജുവും തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർഗോവിലും രാജി സമർപ്പിക്കും. ഇതോടെ നവകേരള സദസ്സിൽ പങ്കാളികളാകാൻ കെ ബി ഗണേഷ് കുമാറിനും കടന്നപ്പള്ളി രാമചന്ദ്രനും വഴിയൊരുങ്ങുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രൻ നിര്യാണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ അന്ന് നടക്കാനിരുന്ന നവകേരള സദസ്സ് മാറ്റിവെച്ചിരുന്നു. തൃപ്പുണിത്തുറ, കുന്നത്തുനാട്, പിറവം, തൃക്കാക്കര മണ്ഡലങ്ങളിലേതായിരുന്നു മാറ്റിയത്. പകരം ജനുവരി 1-2 തീയതികളിലായാണ് ഈ മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് നടക്കുന്നത്. 24 തിരുവനന്തപുരം. ആശാ വർക്കർമാർക്ക് 2 മാസത്തെ പ്രതിഫലം വിതരണം ചെയ്യുന്നതിനായി 26.11 കോടി രൂപ സർക്കാർ അനുവദിച്ചു. നവംബർ-ഡിസംബർ മാസങ്ങളിലെ പ്രതിഫലം നൽകാനാണ് തുക വിനിയോഗിക്കുക. ഒക്ടോബർ വരെയുള്ള പ്രതിഫലം നൽകുന്നതിന് നേരത്തെ 24.51 കോടി അനുവദിച്ചിരുന്നു. സംസ്ഥാനത്ത് 26,125 ആശാ വർക്കർമാരാണുള്ളത്. ഇവരുടെ വേതനത്തിൽ ഡിസംബർ മുതൽ 1000 രൂപ വർദ്ധിപ്പിച്ചതുമാണ്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, മാവേലിക്കരയിൽ മതിൽ പൊളിച്ച് അവിടെ വേലി കിട്ടിയോ എന്ന് പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ആരാണ്? അരുൺ വയനാട്. മാവേലിക്കരയിലെ സ്കൂൾ മുതൽ എന്തായി? നഗരസഭ വേലി കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നവകേരള സദസ്സിനായി മതിൽ പൊളിച്ച മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ വേലി കെട്ടാനെത്തിയ കോൺഗ്രസ് കൗൺസിലർമാരെ പോലീസ് തടഞ്ഞു എന്നുള്ളതാണ് അരുണെ അതിന്റെ വാർത്ത. വേലി കെട്ടിയാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി മനീഷ് മഹിപാൽ ചേർന്നു. മനീഷ്, സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ സ്ഥലത്ത്? ഹാഷ്മി, നിലവിൽ മാവേലിക്കരയിലെ തർക്കം UDF ഭരിക്കുന്ന മാവേലിക്കര നഗരസഭയും ഒപ്പം തന്നെ LDF തമ്മിലാണ് തർക്കം നടക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് ഈ മാവേലിക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ മതില് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ മതിൽ പൊളിച്ചത്. പക്ഷേ ഈ മതിലും സ്കൂളും ഒക്കെ തന്നെ നഗരസഭയുടെ അധീനതയിലുള്ളതാണ്. നേരത്തെ കളക്ടർ ഈ മതില് കാലപ്പഴക്കം കൊണ്ട് പൊളിക്കാൻ പറഞ്ഞിരുന്നുവെങ്കിലും ഇത് ധൃതി പിടിച്ച് പൊളിച്ചു. ഇത് അതുമല്ല, നഗരസഭയുടെ അധീനതയിലുള്ള മതിൽ പൊളിച്ചത് മറ്റാരോ ആണ്. അത്
CPIM പ്രവർത്തകരാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി UDF കൗൺസിലർമാർ തീരുമാനിച്ചത്. അങ്ങനെയാണ് കോൺഗ്രസിന്റെ കൗൺസിലർമാർ ഇന്ന് കാറ്റാടി കഴയും കോൺഗ്രസ് കൗൺസിലർമാർ ഈ സ്ഥലത്തേക്ക് എത്തി. അവിടെ വേലി കെട്ടും, അതായത് സ്കൂളിന് നിലവിൽ ഒരു സുരക്ഷയില്ല, അതുകൊണ്ട് മതിലിന് പകരം തങ്ങൾ പ്രതിഷേധ സൂചകമായി വേലി കെട്ടുമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞത്. പക്ഷെ ഇന്നലെ നടപടിക്രമങ്ങൾ നീണ്ടുപോയി. ഇന്ന് രാവിലെയാണ് ഈ മാവേലിക്കര നഗരത്തിലൂടെ ഈ നഗരസഭയിലെ കൗൺസിലർമാർ കാറ്റാടി കഴിയുമായി ആ സ്ഥലത്തേക്ക് വന്നു. പക്ഷെ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അവിടെ വെച്ച് തന്നെ മാവേലിക്കര പോലീസ് ഇവരെ തടയുകയായിരുന്നു. ഒപ്പം തന്നെ ഈ മതില് വേലി കെട്ടിയാൽ അത് സംഘർഷ സാധ്യത ഉണ്ടാകും, അത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, ലോ ആൻഡ് ഓർഡർ വിഷയമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ഇവരെ മാറ്റി. ഉടനെ തന്നെ മാവേലിക്കര പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഇപ്പോഴും സ്ഥലത്ത് സംഘർഷ സാധ്യത കൂടിയുണ്ട്. വൈകിട്ട് കോൺഗ്രസ് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വരുന്ന മറ്റന്നാൾ, അതായത് വരുന്ന 16-ാം തീയതിയാണ് മാവേലിക്കര മണ്ഡലത്തിൽ മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരെത്തുന്ന നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്ന ഈ മതിലിനോട് ചേർന്ന, ഈ പൊളിച്ച മതിലിനോട് ചേർന്ന അതേ കോമ്പൗണ്ട്, സ്കൂളിന്റെ കോമ്പൗണ്ടിലാണ് അവിടെ മുഖ്യമന്ത്രിയുടെയും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വേദിയുള്ളത്. ഹാഷ്മി. യെസ്, ഇപ്പോൾ കാറ്റാടിക്കഴയുമായി വരികയായിരുന്നു. കാറ്റാടിക്കഴയൊക്കെ പോലീസ് സേഫായിട്ട് എടുത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. കാറ്റാടിക്കഴ പോലും പ്രതിഷേധത്തിനുള്ള ഒരു സാധനമാകുന്നു. എന്നാൽ കോടതിയിൽ ഇപ്പോൾ കേസ് ഇരിക്കുകയാണ്. ഒരുപക്ഷെ കോടതിയിലേക്കൊക്കെ എത്തിയേക്കും എന്ന് തോന്നുന്നു. ഇവിടെ പറയുന്നതാണ്, എന്താ വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരുടെ കൊലപാതകം നാടിന് നാണക്കേടുണ്ടാക്കിയ വിധിയെന്ന് KK ശിവരാമൻ പറയുകയാണ്. CPI മുൻ ജില്ലാ സെക്രട്ടറിയാണ്. ജുഡീഷ്യറിക്കും നാടിനും നാണക്കേടുണ്ടാക്കിയ വിധി. കേസന്വേഷണത്തെ ബാഹ്യ ഇടപെടൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന സംശയം സാധാരണ ജനങ്ങൾക്കുണ്ട്. നീതി ലഭിക്കുവോളം നാടാകെ ഒരുമിക്കണം. പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിനായി ഏതെങ്കിലും ശക്തി കേന്ദ്രങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർ മാപ്പർഹിക്കുന്നില്ല എന്നും KK ശിവരാമൻ പറയുന്നു. ഇത് ചില മുനകൾ എങ്ങോട്ടൊക്കെയോ നീളുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. പോട്ടെ, നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ആ വ്യവഹാര വഴി പിന്നെയും പുരോഗമിക്കുക എന്നുള്ള കാര്യം. ഓക്കെ, CPMനെതിരെ വീണ്ടും സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി. പെൺകുട്ടികളെ സംരക്ഷിക്കണമെന്ന ജാഗ്രതാ നിർദ്ദേശം നൽകാൻ ഒരുത്തൻ്റെയും തിട്ടൂരം ആവശ്യമില്ല. DYFIയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയാണോ മതം പഠിപ്പിക്കേണ്ടതെന്നും നാസർ ഫൈസി കൂടത്തായി ചോദിച്ചു. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ കാത്തുരക്ഷിക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശം ഞങ്ങളുടെ മതവിശ്വാസികളോട് കൊടുക്കാൻ ഒരുത്തന്റെയും ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഒരുത്തന്റെ തിട്ടൂർ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ AKG സെന്ററിന് അനുമതി വാങ്ങിയിട്ട് വേണോ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് പറയാൻ? DYFIയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വേണോ മതവിശ്വാസികൾ അവരുടെ മതങ്ങളെ അവരുടെ മഹലുകളിൽ പഠിപ്പിക്കാൻ? അത്തരം ഒരവസ്ഥ ഉണ്ടാകുന്ന കാലഘട്ടം ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, ഈ നാസർ ഫൈസി കൂടത്തായുടെ ആദ്യം പറഞ്ഞ പരാമർശം വലിയ വിമർശനങ്ങൾക്ക് ശരവ്യമായി. മാത്രമല്ല, സമസ്തയിൽ നിന്ന് കാര്യമായ ഒരു പ്രത്യക്ഷ പിന്തുണ കിട്ടിയില്ലെങ്കിലും കൂടത്തായി അതിൽ പിടിച്ച പിടിയാണ് അല്ലേ? അതുതന്നെയാണ് ഹാഷ്മി. കൂടത്തായി CPMനെതിരെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഈ മിശ്രവിവാഹവുമായി ബന്ധപ്പെട്ട മുസ്ലിം യുവതികളെ SFIയും DYFIയും CPIയും ഒക്കെ ഈ മിശ്രവിവാഹത്തിന് കൂട്ടുനിൽക്കുന്നു. മുസ്ലിം യുവതികളെ അവരുടെ സമുദായത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ടുവരാൻ ഇടതുപക്ഷ പാർട്ടികൾ കൂട്ടുനിൽക്കുന്നു എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി ഉള്ളത്. നേരത്തെ മുഖ്യമന്ത്രിയൊക്കെ ഇതിനെ വിമർശിച്ചുകൊണ്ട്, നാസർ ഫൈസി കൂടത്തായിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതേ നിലപാടിൽ തന്നെ സമസ്തയും മുസ്ലിം സംഘടനകളും ഉറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നാസർ ഫൈസി കൂടത്തായിയുടെ ഈ ഒരു പ്രസംഗത്തോടു കൂടി നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ യൂത്ത് ലീഗ് നടത്തുന്ന മാർച്ചിന്റെ സമാപന വേളയിലാണ് പരപ്പനങ്ങാടിയിൽ വെച്ച് നാസർ ഫൈസി കൂടത്തായി ഇത്തരത്തിലുള്ള പ്രസ്താവന CPMനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. AKG സെന്ററിൽ നിന്ന് അനുമതി വാങ്ങിയല്ല തങ്ങളുടെ മഹല്ലുകളിൽ മതം പഠിപ്പിക്കുന്നത് എന്നതായിരുന്നു നാസർ ഫൈസി കൂടത്തായി പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യം. മാത്രമല്ല, ഇതിന് ആരുടെയും തിട്ടൂരം ആവശ്യമില്ല. മുസ്ലിം ജനതയെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPMും DYFIയും SFIയും ഒക്കെ മുസ്ലിം യുവതിയെ വഴിപിഴപ്പിക്കുന്നു എന്നൊരു ആക്ഷേപം, ഒരു ആശങ്ക നാസർ ഫൈസി കൂടത്തായി ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായ ജാഗ്രത പാലിക്കണം. രക്ഷിതാക്കൾ ഈ കാര്യങ്ങളിൽ, കുട്ടികൾ വഴിപിഴച്ചു പോകുന്നു എന്ന കാര്യത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള രീതിയിൽ തന്നെയാണ് ഈ സമസ്ത പോലുള്ള സംഘടനകൾ ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. ഈ മിശ്രവിവാഹവുമായി ബന്ധപ്പെട്ട മുസ്ലിം യുവതികളെ മുസ്ലിം സമുദായത്തിൽ നിന്ന് അടർത്തി മാറ്റുന്നു എന്നുള്ളതാണ് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു വെക്കുന്നത്. ആശങ്കയുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായി. ഹാഷ്മി.
നാസർ ഫൈസൽ കൂടത്തായിക്ക് ആശങ്ക പറയാനും അത് പറയാനും എന്തും പറയാൻ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അവകാശമുള്ളതാണ്. പക്ഷേ അല്ലെങ്കിൽ തന്നെ കലുഷമായ അല്ലെങ്കിൽ തന്നെ വല്ലാത്ത രീതിയിൽ ഒക്കെ നിൽക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് അത്തരം ചർച്ചകൾ തൊടുത്തുവിടുന്നതുകൊണ്ട് എന്ത് ഗുണം എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കട്ടെ എന്ന കാര്യത്തിൽ പറയാനുള്ളൂ. തിരികെ എത്താൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. തോമസ് ചാഴിക്കാടനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം രാഷ്ട്രീയ ആയുധമാക്കിയ പ്രതിപക്ഷം. മുഖ്യമന്ത്രി പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം. സ്വന്തം തട്ടകത്തിൽ MP അപമാനിച്ചിട്ടും കേരള കോൺഗ്രസിന് പ്രതികരിക്കാൻ കഴിയാത്ത ദയനീയ അവസ്ഥയെന്ന് കെ സുധാകരൻ കുറ്റപ്പെടുത്തി. കേരള കോൺഗ്രസ് തട്ടകത്തിലെ നവകേരള സദസ്സ് വേദിയിൽ തോമസ് ചാഴിക്കാടനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശമാണ് കോൺഗ്രസ് ചർച്ചയാക്കുന്നത്. സ്വന്തം മുന്നണിയിലെ MP പരസ്യമായി ശാസിച്ച് അപമാനിച്ചിട്ടും പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കേരള കോൺഗ്രസിനെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരൻ കുറ്റപ്പെടുത്തി. നവകേരള സദസ്സിനായി പാലായിൽ അധ്വാനിച്ച തോമസ് ചാഴിക്കാടനോട് കടക്ക് പുറത്ത് എന്ന മട്ടിൽ സംസാരിച്ചത് നന്ദികേടെന്നും മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും സുധാകരൻ പറഞ്ഞു. പരാമർശം ദൗർഭാഗ്യകരമെന്ന് ചെന്നിത്തലയും വിമർശിച്ചു. ജനങ്ങളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച തോമസ് ചാഴിക്കാടനോട് മുഖ്യമന്ത്രി ചെയ്ത അങ്ങേയറ്റത്തെ തെറ്റാണ്, വലിയ തെറ്റാണ് ചെയ്തത്. വാസ്തവത്തിൽ അത് പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയുകയാണ് വേണ്ടത്. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ നവകേരള സദസ്സ് വേദിയിൽ തോമസ് ചാഴിക്കാടൻ പരാമർശിച്ചതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. 24 തിരുവനന്തപുരം. മീനാക്ഷി റിജു പറയുകയാണ്, നാസർ ഫൈസൽ കൂടത്താക്കിയ അഭിവാദ്യങ്ങൾ, ബട്ട് ഹാഷ്മി ഇത് വായിക്കില്ല. സ്റ്റില്ലുള്ളിൽ DYFI ആണ്, പൊള്ളും. ഒരു പൊള്ളലുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വാർത്തയിൽ നിൽക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല. രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വാർത്തയുടെ രാഷ്ട്രീയത്തിലാണ്, അത് ജനപക്ഷ രാഷ്ട്രീയത്തിലാണ്. മനുഷ്യന് ഗുണപ്രദമാകുന്ന അല്ലെങ്കിൽ മനുഷ്യവേദനയോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയം മാത്രമേ അപ്പോൾ നമ്മുടെ രാഷ്ട്രീയമുള്ളൂ. അത് എന്താണ്, അത് വിഷയാധിഷ്ഠിത രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റൊരു രാഷ്ട്രീയവും എൻ്റെ എന്നല്ല നമ്മുടെ ഒരു മാധ്യമപ്രവർത്തകരുടെയും 24 ഇല്ല എന്ന കാര്യം ഉറപ്പോടുകൂടി പറയുകയുമാണ് മീനാക്ഷി റിജു. നവകേരള സദസ്സിൻ്റെ കോട്ടയം ജില്ലയിലെ പര്യടനം ഇന്ന് അവസാനിക്കും. വൈകിട്ട് വൈക്കം നിയോജക മണ്ഡലത്തിലെ പരിപാടിക്ക് ശേഷം ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കും. നവകേരള സദസ്സിൻ്റെ ഭാഗമായി കായംകുളത്തെ ഇറച്ചി മാർക്കറ്റ് അടച്ചിടാനുള്ള നഗരസഭാ നിർദ്ദേശം വിവാദമാവുകയും ചെയ്തു. കടുത്തുരുത്തി മണ്ഡലത്തിലെ നവകേരള സദസ്സോടെ ആരംഭിച്ച കോട്ടയം ജില്ലയിലെ പര്യടനം വൈകിട്ട് വൈക്കത്ത് അവസാനിക്കും. വിവിധ വിഷയങ്ങളിൽ കോൺഗ്രസിനെയും കേന്ദ്ര സർക്കാരിനെയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്നും കടന്നാക്രമിച്ചു. സംസ്ഥാനത്തിനു മേലുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങൾ കേന്ദ്രം അവസാനിപ്പിക്കുകയോ കോടതി ഇടപെടുകയോ ചെയ്തില്ലെങ്കിൽ സാമ്പത്തിക ദുരന്തമാകും ഫലമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിന്മേലുള്ള ഹീനമായ ഈ കൈകടത്തൽ കേന്ദ്രം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ കോടതി ഇടപെടൽ ഉണ്ടാവുകയോ ചെയ്തില്ലെങ്കിൽ സാമ്പത്തിക ദുരന്തമാകും ഫലം. ഇതിനിടെ നവകേരള സദസ്സിന്റെ ഭാഗമായി കായംകുളത്ത് ഇറച്ചി മാർക്കറ്റ് അടച്ചിടാനുള്ള നഗരസഭാ നിർദ്ദേശം വിവാദമായി. മുഖ്യമന്ത്രി എത്തുന്ന 16-ന് അടയ്ക്കാനാണ് നിർദ്ദേശം. സമീപത്തെ ഹോട്ടലുകളിൽ പാചകവാതകം ഉപയോഗിക്കരുതെന്നും ആവശ്യമുണ്ട്. ക്ഷേത്ര മൈതാനങ്ങൾ നവകേരള സദസ്സ് വേദിയാക്കുന്നതിനെതിരെ വിവിധ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. 24 കോട്ടയം. വണ്ടിപ്പെരിയാറിലെ പ്രതി കുറ്റക്കാരനല്ലെന്ന് വിധി പരിശോധിക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറയുകയാണ്. ആവശ്യമെങ്കിൽ കുടുംബത്തിന് സർക്കാർ നിയമസഹായം നൽകുമെന്ന് മന്ത്രി പറയുന്നു. നല്ല കാര്യം. റീന സതീശൻ പറഞ്ഞു, ഞങ്ങൾ ബാലെ നാടക അഭിനേതാക്കളാണ്. ഹാഷ്മിയുടെ ബോഡി ഷേപ്പ് പുരാണ നാടകത്തിലെ അർജുനൻ, അഭിമന്യു, ലക്ഷ്മണൻ എന്നീ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമാണെന്ന് ഞാനും സതീശേട്ടനും എപ്പോഴും പറയും. അഭിനയം താല്പര്യമുണ്ടോ ചോദിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു, കോളേജ് സമയത്തൊക്കെ നാടകാഭിനയമൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ ചില ആൾക്കാർ പറയും ഇപ്പോഴും നാടകമാണ്. ഇപ്പോൾ നാടകമൊന്നുമില്ല കേട്ടോ, വാർത്തയിൽ നാടകമേ ഇല്ല, വാർത്തയിൽ ഉള്ളതുപോലെ. കോഴിക്കോട് ഓർക്കാട്ട് ഏരിയയിലെ ശബ്നയുടെ ആത്മഹത്യയിൽ ഭർത്തൃമാതാവ് നബീസ പിടിയിൽ. കേസിൽ പ്രതി ചേർത്തതിനെ തുടർന്ന് ഒളിവിലായിരുന്ന ഇവരെ ലോഡ്ജിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 2 ഷബ്നയുടെ ഭർത്താവ് ഹബീബിന്റെ മാതാപിതാക്കളായ തട്ടാർക്കണ്ടി മഹ്മൂദ് ഹാജി, നബീസ എന്നിവരെയും സഹോദരി അഫ്സത്തിനെയും പോലീസ് പ്രതി ചേർത്തിരുന്നു. ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പ് പ്രകാരമായിരുന്നു നടപടി. ഇതിനു പിന്നാലെ പ്രതികൾ ഒളിവിൽ പോയി. തെരച്ചിൽ ഊർജിതമായതോടെ കോഴിക്കോട്ടെ ലോഡ്ജിൽ നിന്നാണ് നബീസ പിടിയിലായത്. മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമത്തിലായിരുന്നു ഇവർ. മറ്റുള്ളവർക്കായും അന്വേഷണം തുടരുകയാണ്. കേസിൽ ഹബീബിന്റെ മാതൃ സഹോദരൻ ഹനീഫ നേരത്തെ അറസ്റ്റിലായിരുന്നു. മരണത്തിനു മുമ്പ് ഹനീഫ ഷബ്നയെ മർദ്ദിക്കുന്നതും അസഭ്യം പറയുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ മാസം 4-ന് രാത്രിയാണ് ഷബ്ന ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ ഭർത്താവ് ഹബീബിനെതിരെ കേസെടുക്കണമെന്ന് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 കോഴിക്കോട്. ലോക്സഭാ എംപിമാർക്ക് സസ്പെൻഷൻ എന്ന വാർത്ത വരുന്നു. 5 എംപിമാർക്കാണ് സസ്പെൻഷൻ. സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിനാണ് നടപടി. അപ്പോൾ ഈ പറയുന്ന അവിടുത്തെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം. സസ്പെൻഡ് ചെയ്തതിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാരുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, ഏറ്റുമുട്ടലൊക്കെ കൂടുതൽ കടുക്കാനുള്ള ഇടയുമുണ്ട്. എളമക്കരയിൽ മാതാവും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ 1.5 മാസം പ്രായമുള്ള കുട്ടിയുടെ മൃതദേഹം പോലീസ് ഏറ്റെടുത്ത് സംസ്കരിക്കും. കഷ്ടമാണ്.
മൃതദേഹം ആരും ഏറ്റെടുക്കാൻ വരാതിരുന്നതിനെ തുടർന്നാണ് ഇളമക്കര പോലീസിന്റെ തീരുമാനം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം പോലീസ് ഏറ്റുവാങ്ങും. ജീവിച്ചിരുന്ന 1.5 മാസം മാതാവിന്റെ സുഹൃത്തിൽ നിന്ന് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതകൾ ഏറ്റുവാങ്ങിയാണ് കുട്ടി കൊല്ലപ്പെട്ടത്. മരണശേഷം മൃതദേഹം സംസ്കരിക്കാനും ആരും മുന്നോട്ടു വന്നില്ല. കഴിഞ്ഞ 10 ദിവസമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം. ബന്ധുക്കളുണ്ടെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി മാധ്യമങ്ങളിലൂടെ അറിയിപ്പ് നൽകിയെങ്കിലും ആരും എത്തിയില്ല. മൃതദേഹം ഏറ്റെടുക്കാൻ താൽപര്യമില്ലെന്ന് യുവതിയുടെ ആദ്യ പങ്കാളിയും പോലീസിനെ അറിയിച്ചിരുന്നു. ഇതോടെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം സംസ്കരിക്കാൻ പോലീസ് നടപടി ആരംഭിച്ചത്. നാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം പോലീസ് ഏറ്റുവാങ്ങും. 24 കൊച്ചി. ഡീൻ കുര്യാക്കോസ് MP, TN പ്രതാപൻ MP, ജ്യോതിമണി, രമ്യ ഹരിദാസ്, ഹൈബി ഈഡൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്ത്. സസ്പെൻഷൻ സഭ തടസ്സപ്പെടുത്തിയതിനാണ്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ തേടുകയും ചെയ്യാം. ചാലക്കുടിയിലെ റിട്ടയർഡ് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകത്തിൽ പ്രതിപിടിയിൽ. അസം ഗുവാഹത്തി സ്വദേശി ബാറുൽ ഇസ്ലാമാണ് അറസ്റ്റിലായത്. പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കല്ലേറ്റുകര സ്വദേശി സെയ്ദിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. സെയ്ദും ബാറുൽ ഇസ്ലാമും സുഹൃത്തുക്കളായിരുന്നു. ഇരുവരും തമ്മിൽ പണമിടപാടുകളും ഉണ്ടായിരുന്നു. സെയ്ദു കടമായി വാങ്ങിയ 10,000 രൂപ ബാറുൽ ഇസ്ലാം തിരികെ ചോദിച്ചതിന് പിന്നാലെയുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. കല്ലേറ്റുംകരയിൽ നിന്ന് ചാലക്കുടിയിലെത്തിയ ഇരുവരും മദ്യപിക്കുന്നതിനിടെയാണ് തർക്കമുണ്ടായത്. ഇതിനിടെ ബാറുൽ ഇസ്ലാം സെയ്ദിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. തലക്കേറ്റ പരിക്കാണ് മരണകാരണം. സംഭവത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയി. സെയ്ദിന്റെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. 24 തൃശൂർ. മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ ഡോക്ടേഴ്സിന്റെ കൂട്ടസ്ഥലമാറ്റത്തിനെതിരെ പ്രതിഷേധം. മഞ്ചേരി നഗരസഭ UDF കൗൺസിലർമാർ മലപ്പുറം DMOയുടെ ഓഫീസ് ഉപരോധിച്ചു. ചർച്ച നടത്താമെന്ന ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഉറപ്പിന്മേൽ അവധിയെടുത്ത് പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഡോക്ടേഴ്സ് തൽക്കാലം പിന്മാറി. നവംബർ 27-നാണ് മഞ്ചേരി ജനറൽ ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് 12 ഡോക്ടേഴ്സിനെ സ്ഥലം മാറ്റിയത്. ഇത് ജനറൽ ആശുപത്രി തകർക്കാനുള്ള നീക്കമാണ് എന്നാണ് UDF ആരോപണം. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേരി നഗരസഭ UDF കൗൺസിലർമാർ മലപ്പുറം DMO ഓഫീസ് ഉപരോധിച്ചു. ഉപരോധം മഞ്ചേരി MLA UA ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ തന്നെ 12 ഡോക്ടർമാരെ പെട്ടെന്ന് സ്ഥലം മാറ്റി. അതുകൊണ്ട് ആ ഡോക്ടർമാരെ പിന്നെ OPയിൽ വരായിരുന്ന സ്ഥിതിന്റെ ആളുകൾ നെട്ടോട്ടുള്ള രോഗികൾ എന്തൊരു കഷ്ടമാണെന്ന് വെച്ചാൽ. എന്താ അതിനൊരു കാരണം? പെട്ടെന്നൊരു ദിവസം പിടിച്ചിട്ട് എന്താണ് നവകേരള യാത്ര വരുന്ന സമയത്ത് 12 ആളെ പിടിച്ച് മാറ്റി. ഡോക്ടർമാർ സമരത്തിലാണല്ലോ, അവരുടെ സംഘടന സമരത്തിലാണ്. അവരെ 2 ആളെ അതിനെ മാറ്റി അവരൊക്കെ സമരത്തിലാണ്. അവരാരും ജോലിക്ക് പ്രവേശിച്ചു. ചർച്ച നടത്താമെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഉറപ്പു നൽകിയതോടെ KGMOയുടെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി. 24 മലപ്പുറം. പാലക്കാട് ചെർപ്പുളശ്ശേരി ബിവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം നടത്തിയവരുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസ്. 30-ലേറെ മദ്യക്കുപ്പികളും നാണയത്തുട്ടുകളടങ്ങിയ സഞ്ചിയുമാണ് കവർന്നത്. പ്രതികളെക്കുറിച്ച് സൂചന കിട്ടുന്നവർ വിവരമറിയിക്കണം എന്നും പറയുകയാണ് പോലീസ്. ഇപ്പോൾ സസ്പെൻഷൻ സഭ നടത്തിയതിന് അല്ലെങ്കിൽ തടസ്സപ്പെടുത്തിയതിന് സസ്പെൻഷൻ നേരിട്ട് 5 MPമാർക്കാണ് സസ്പെൻഷൻ. സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിനാണ് ഡീൻ കുര്യാക്കോസ് MP, TN പ്രതാപൻ MP, രമ്യ ഹരിദാസ്, ഹൈബി ഈഡൻ, ജ്യോതിമണി എന്നിവരാണ് സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി അച്യുതൻ ചേരുന്നു. അച്യുതൻ, സഭ പിരിഞ്ഞോ? ഹാഷ്മി, സഭ 3 മണിവരെ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. ഈ 11 മണിക്ക് ഇന്ന് ലോകസഭ ചേർന്നപ്പോൾ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ലോകസഭയിൽ കാഴ്ചവെച്ചത്. മാത്രമല്ല, പുതിയ പാർലമെന്റ് ചരിത്രത്തിൽ ആദ്യമായാണ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. അതിനിടെ സ്പീക്കർ പ്രതിപക്ഷ അംഗങ്ങൾക്ക് താക്കീത് നൽകുകയുമുണ്ടായി. ഇത് സഭാ നടപടികൾക്ക് ചേർന്ന സമീപനമല്ല പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി ഇന്നലെ കാര്യങ്ങൾ നേരിട്ട് നേതാക്കളോട് വിശദീകരിച്ചതാണ്. വേണ്ട നടപടികൾ ഏർപ്പെടുത്തുമെന്നും പ്രതിപക്ഷ അംഗങ്ങളെ അറിയിച്ചതായാണ് സ്പീക്കർ ഇന്ന് വിശദീകരിച്ചത്. എന്നാൽ അതൊന്നും കണക്കിലെടുക്കാതെയാണ് പ്രതിപക്ഷം അനാവശ്യ കാരണത്താൽ പ്രതിഷേധിക്കുന്നത് എന്നായിരുന്നു സ്പീക്കറുടെ സമീപനം.
തുടർന്ന് പ്രതിഷേധം പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുപോയി. സഭ പിരിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിന് 5 എംപിമാർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ഇതിൽ ഡീൻ കുര്യാക്കോസ്, ടി എൻ പ്രതാപൻ, ജ്യോതിമണി, രമ്യ ഹരിദാസ്, ഹൈബി ഈഡൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് 2 മണിക്ക് സഭ വീണ്ടും പുനരാരംഭിച്ചപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി വിശദീകരണം നൽകിയിരുന്നു. അതായത് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും സ്പീക്കർ ഇന്നലെ യോഗം വിളിച്ച് സംസാരിച്ചതാണ്. അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ അനാവശ്യമായിട്ടാണ് പ്രതിപക്ഷം ഇവിടെ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത്. ഇതിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നൊരു ആവശ്യവും പ്രഹ്ലാദ് ജോഷി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ സഭാ നടപടികൾ പിരിഞ്ഞിരിക്കുകയാണ്. ഇത് പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നൊരു ആവശ്യം കൂടി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രണ്ടുപേരും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ വിഷയത്തിൽ വിശദീകരണം നടത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. അച്യുതൻ, ഇപ്പോൾ പാർലമെന്റിൽ സമാനതകളില്ലാത്ത എങ്കിൽ സമാനതകൾ ഉള്ളത് നേരത്തെ ഉണ്ടായ ഒരു സമാനത, അത് രാജ്യം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വലിയ വേദനയായ ഒരു സമാനതയാണ്. അന്ന് പാർലമെന്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അകത്തേക്ക് കയറിയ ആ വാർഷിക ദിവസം തന്നെ ഉണ്ടായ സമാനതകളില്ലാത്തൊരു അതിക്രമത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിന് തൃപ്തികരമാകുന്ന ഒരു മറുപടി നൽകുന്നുണ്ടോ അച്യുതൻ, സസ്പെൻഷനൊക്കെ അപ്പുറം? ഹാഷ്മി, ഇതുവരെയും അത്തരമൊരു നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ പ്രതിരോധ മന്ത്രി മാത്രമാണ് അതും ലഘുവായ ഒരു വിശദീകരണം നടത്തിയത്. പക്ഷേ അതും പര്യാപ്തമായ ഒരു പ്രതികരണമല്ല പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം പറഞ്ഞത് ഈ വീഴ്ചകൾ പരിശോധിച്ച് വേണ്ട നടപടികൾ വരുന്ന ദിവസങ്ങളിൽ കൈക്കൊള്ളുമെന്നുള്ളതാണ്. കാരണങ്ങളില്ലാതെയാണ് പ്രതിപക്ഷം ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നൊരു നിലപാടിലേക്കാണ് പ്രതിരോധ മന്ത്രി കടന്നത്. അതേ സമയത്ത് ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോ പ്രധാനമന്ത്രിയോ ഈ വിഷയത്തിൽ നേരിട്ട് ഇതുവരെയും ഒരു പ്രസ്താവനയോ പ്രതികരണമോ ഒരിടത്തും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സഭയിൽ എത്തുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ഇന്ന് സഭയിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ നേരിട്ട് ഇതിൽ കാര്യങ്ങൾ പ്രതിപക്ഷ അംഗങ്ങളോടും ജനങ്ങളോടും വിശദീകരിക്കണമെന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു തന്നെയാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. അതിന്റെ ഭാഗമായി ഇതിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വിശദമായ ഒരു വിവരണം ലഭിക്കും വരെയും പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഹാഷ്മി, ഇപ്പോൾ ഡീൻ കുര്യാക്കോസ്, ടി എൻ പ്രതാപൻ, ജ്യോതിമണി, രമ്യ ഹരിദാസ്, ഹൈബി ഈഡൻ എന്നിവരുടെ സസ്പെൻഷന് കാരണമായ കാര്യം എന്താണ്? ചോദ്യങ്ങൾ നിരന്തരം ഉന്നയിച്ചു എന്നതാണോ? ഹാഷ്മി, തീർച്ചയായിട്ടും സഭാ നടപടികൾ രാവിലെ ചോദ്യോത്തര വേളയായിരുന്നു. അപ്പോൾ അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് അനാവശ്യമായി പ്രതിഷേധിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇപ്പോൾ ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ രാജ്യസഭയിൽ ഡെറിക് ഒബ്രിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തോട് രാജ്യസഭാ അധ്യക്ഷൻ വളരെ രോഷാകുലനായാണ് സംസാരിച്ചത്. ഈ സഭ വിട്ട് അടിയന്തരമായി ഇറങ്ങിപ്പോകണം എന്നായിരുന്നു രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ അദ്ദേഹത്തോട് ഇടപെട്ടത്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നാലെ, ഡെറിക് ഒബ്രിന്റെ സസ്പെൻഷന് പിന്നാലെയാണ് ഇപ്പോൾ ലോകസഭയിൽ 5 എംപിമാരെയും കൂടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് സഭാ നടപടികളെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് എംപിമാരുടെ സമീപനമാണ് എംപിമാർ അവിടെ എടുത്തത് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം എംപിമാരുടെ പ്രതികരണം ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അവർ തന്നെയായിരിക്കും ഈ വിഷയത്തിൽ കൃത്യമായ വിശദീകരണം, ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ലോക്സഭ കടന്നത് എന്നടക്കമുള്ള വിശദീകരണങ്ങൾ എംപിമാരുടെ ഭാഗത്തു നിന്ന് അല്പസമയത്തിനകം ലഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഹാഷ്മി, സസ്പെൻഷൻ സഭ തടസ്സപ്പെടുത്തിയതിനാണ് 5 എംപിമാർക്കാണ് സസ്പെൻഡ് ചെയ്തവരിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാരുമുണ്ട്. സഭ 3 മണി വരെ പിരിയുകയും ചെയ്തു. ഡീൻ കുര്യാക്കോസ്, ടി എൻ പ്രതാപൻ, ജ്യോതിമണി, രമ്യ ഹരിദാസ്, ഹൈബി ഈഡൻ എന്നിവരാണ് സസ്പെൻഡ് ചെയ്തത്. എന്തായാലും ഏറ്റവും പ്രസക്തമായ സുപ്രധാനമായ ചോദ്യമാണ് പ്രതിപക്ഷം. അത് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം മാത്രമല്ല, രാജ്യത്തിൻ്റെ ചോദ്യം കൂടിയാണ്. ആ ചോദ്യം അവിടെ ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായൊരു മറുപടി പറയാതെ സസ്പെൻഷനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് പ്രതിപക്ഷത്തെ പിന്നെയും പ്രകോപിതമാക്കുകയുള്ളൂ. കാത്തിരുന്ന് കാണാം.